ഷാരോൺ ദീനമായി മമ്മിയെ ഒന്ന് നോക്കി. മുന്തിരിയുടെ കരച്ചിൽ അവഗണിക്കാൻ അവന് കഴിയുന്നില്ലായിരുന്നു. ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ ആഞ്ഞ ഷാരോണിൻ്റെ ചുമലിൽ പെട്ടെന്ന് റേച്ചലിൻ്റെ കൈയമർന്നു. പോകാം. അതോടെ അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. ആ വീടിൻ്റെ ഗേറ്റ് കടക്കുമ്പോഴും കാതിലേക്ക് അപ്പാ എന്ന മോളുടെ കരച്ചിൽ വന്നരച്ചു. വയ്യമ്മേ. കുറച്ച് ചെന്നപ്പോൾ ഷാരോൺ വഴിയോരം വണ്ടി നിർത്തി. കൂടുതൽ കരഞ്ഞാൽ ശ്വാസം നഷ്ടപ്പെട്ട് അവൾ വായടയ്ക്കാൻ കഴിയാതെ മരവിച്ചിരിക്കുമെന്ന് മമ്മിക്കറിയില്ലേ? ഞാൻ അരികിലില്ലെങ്കിൽ അത്തരം സന്ദർഭത്തിൽ താരയും കിടന്നു കരയും. അവൻ്റെ തൊണ്ടയിടറി. അതെല്ലാം അറിയുന്ന താര തന്നെയല്ലേ മോനെ നിന്നെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചത്? നമുക്കും അഭിമാനമില്ലേ ഷാരു? സ്നേഹാധിക്യം കൊണ്ട് നീ അത് മറന്നാലും അമ്മയെങ്കിലും അത് ഓർക്കേണ്ടതല്ലേ? നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ മോനെ? 3 പെണ്ണുങ്ങളും വയ്യാത്തൊരു കുഞ്ഞു തനിച്ചാവുമെന്ന് കരുതിയ മോനെ മമ്മി ഇതുവരെ സഹിച്ചതും ക്ഷമിച്ചതും. ആ 3 പേര് ഒരേപോലെ നമുക്കെതിരെ തിരിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനി ആർക്കു വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്? എല്ലാം അങ്ങ് തുറന്നു പറയാമായിരുന്നു എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. തുറന്നു പറഞ്ഞാലത്തെ ഭവിഷ്യത്തും നിനക്കറിയത്തില്ലയോ? ആ സങ്കടം നമ്മൾ അനുഭവിക്കണ്ടേ? താരയ്ക്ക് പറ്റിയ ചതി നീയും ഞാനും ക്ഷമിച്ചില്ലേ? അതിൻ്റെ നന്ദിയെങ്കിലും അവർക്ക് വേണ്ടതല്ലേ? സ്നേഹം വൺവേ ആയിപ്പോയ അങ്ങനെ മമ്മി. ശിരസിൽ കൈ താങ്ങി ഷാരോൺ മുഖം കുനിച്ചിരുന്നു. താരയും കുഞ്ഞുമില്ലാത്തൊരു ജീവിതം ഇപ്പോൾ സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ശാന്തനുവിൻ്റെ ജീവിതത്തിലേക്ക് അവൾ മടങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു തിരിച്ചുവരവുണ്ടാകില്ല. ശാന്തനുവിൻ്റെ മകളല്ലേ മുന്തിരി? പിന്നെന്തിനാ തിരിച്ചു വരുന്നേ? ചേരും പടിയല്ലേ കാര്യങ്ങൾ ചേരേണ്ടത്. എനിക്കൊരു 2ാം വിവാഹമുണ്ടെന്ന് ഓർത്തല്ലേ മമ്മി സമാധാനിക്കുന്നേ? അതെനിക്ക് കഴിയുന്നില്ലെന്നുറപ്പാ. മമ്മി പിന്നെ വഴക്കിടരുത്. ഇല്ല ഷാരു, മമ്മി ഇനി നിന്നെ ഒന്നിനുമിനി നിർബന്ധിക്കില്ല. മമ്മി ചെയ്തതൊക്കെ തെറ്റി. നിന്റെ വിവാഹ പിറ്റേന്ന് നിന്നെ നിർബന്ധിച്ചാ ഞാൻ ഈ ബന്ധത്തിൽ കുരുക്കിയെ. നിന്നെ അവിടെ ഇറക്കി വിട്ടപ്പം അരുതെന്ന് അവരോട് നിർബന്ധിക്കാനുള്ള അധികാരം മമ്മിക്കില്ലാതെ പോയില്ലേ? നീ ഈ വഴിയോരത്തിരുന്നു ഖേദിച്ചിട്ടോ തിരിച്ചു ചെന്ന് കാലി പിടിച്ചിട്ടോ കാര്യമുണ്ടെന്ന് മമ്മിക്ക് തോന്നുന്നില്ല. എന്നാലും നീ നിന്റെ ഇഷ്ടപ്പെട്ട് ചെയ്തോ. നിന്നെ അവർ അവിടെ ഇറക്കി വിട്ടതാ. നീ വഴക്കിട്ട് അവിടെ ഇറങ്ങി പോന്നതല്ല. 1-2 നിമിഷം നിശബ്ദം ഇരുന്ന് പെട്ടെന്ന് അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. തങ്ങളുടെ പുതിയ വാടക വീട്ടിൽ എത്തുന്നതുവരെ പിന്നെ മമ്മിയും മകനും ശബ്ദിച്ചില്ല. വാനിൽ എത്തിയ വീട്ടുപകരണങ്ങൾ യഥാസ്ഥാനങ്ങളിൽ എടുത്തു വച്ചത് റേച്ചലാണ്. ഷാരോൺ ഒരു ബെഡ്റൂമിൽ കിടക്ക വിരിച്ച് അതിൽ ചെന്ന് വീണു. കഴിക്കാനുള്ള ആഹാരം പാഴ്സലായി വാങ്ങിക്കൊണ്ടു വന്നിരുന്നു. മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് റേച്ചൽ ഒരു നല്ല കാപ്പി ഇട്ട് കൊടുത്തു മകന്. ഭക്ഷണം നിർബന്ധിച്ചാണ് കഴിപ്പിച്ചത്. സന്ധ്യയായിട്ടും ഷാരോൺ ആ വീടിന് പുറത്തിറങ്ങിയില്ല. 1-2 സുഹൃത്തുക്കൾ വിളിച്ച് പുതിയ വീട്ടിലെ സൗകര്യങ്ങളെക്കുറിച്ച് തിരക്കി. കുഴപ്പമില്ല എന്ന ഒറ്റ മറുപടിയാണ് അവൻ പറഞ്ഞത്. തൻ്റെ ദാമ്പത്യ തകർച്ചയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അവർ തിരക്കാഞ്ഞതിൽ ഷാരോണിന് ആശ്വാസമായി. 8 മണിയായപ്പോൾ താരയുടെ കോളെത്തി. സർവ്വക്ഷീണവും മാറി അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. അവൾ വിളിക്കുമെന്ന് ഷാരോൺ വിചാരിച്ചതേയില്ല. ഹലോ താര. സ്വരം അങ്ങേയറ്റം ശാന്തവും ദൃഢവുമാക്കി അവൻ. നീ വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അത്ഭുതമായിരിക്കുന്നു. എന്നാലും സന്തോഷമുണ്ട് കേട്ടോ. വിളിക്കാതിരിക്കാൻ കഴിയാഞ്ഞിട്ടാ ഞാൻ വിളിച്ചത് ഷാരോണേട്ടാ. താര കരയുകയായിരുന്നു. ഷാരോണേട്ടൻ പോയതോടെ എനിക്ക് ഭയങ്കര സങ്കടമായി. അമ്മയും ഗ്രാനിയും എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചു. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. മോളിപ്പം ഉറങ്ങി. അടുത്ത മുറിയില അമ്മയും ഗ്രാനിയും. ഞാനാ ഷാരോണേട്ടനെ പുറത്താക്കിയത്. എന്നിട്ട് വീണ്ടും വിളിച്ച് സങ്കടം പറയുന്നത് പൊള്ളത്തരമായി തോന്നുന്നുണ്ടാവും. എനിക്ക് തന്നെ എന്നെ മനസ്സിലാവുന്നില്ല ഷാരോണേട്ടാ. താര സംശയിക്കുന്ന പോലെയൊന്നും എനിക്ക് തോന്നുന്നില്ല താര. നിന്റെ നല്ല മനസ്സും സ്നേഹവും കൊണ്ടാ നിനക്ക് എന്നെ വിളിക്കാൻ തോന്നിയേ. ചിലപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടാവും. സത്യത്തിൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല മോളെ. ഞാനിതൊക്കെ അർഹിക്കുന്നു. ഇല്ല ഷാരോണേട്ടാ, സത്യം ഞാൻ പറയുന്നത്. ഞാൻ തന്നെയാ തെറ്റ് ചെയ്തത്. തുടക്കം മുതലേ ഷാരോണേട്ടനെ ഞാൻ ദ്രോഹിക്കുകയായിരുന്നു. ഗർഭിണിയാണെന്ന് വിവാഹരാത്രിയിലല്ല തലേന്നെങ്കിലും ഞാൻ അറിയിക്കേണ്ടതായിരുന്നു. ഓരോരുത്തർക്കും അർഹിക്കുന്നതാ താര കിട്ടുന്നത്. അത്ര നന്മയൊന്നും ഞാൻ അർഹിക്കുന്നില്ലായിരുന്നു. അതാ തനിക്കത് തരാൻ തോന്നാഞ്ഞത്. മറ്റൊരു സ്ത്രീയിൽ ഒരു കുട്ടിയുള്ളവനല്ലേ ഞാൻ. എന്നിട്ട് അതെല്ലാം ഒളിച്ചു വെച്ച് സാധുവായി നിന്നെ വിവാഹം ചെയ്തു. അതൊക്കെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. കുറേ ഊഹിച്ചുമെടുത്തു. അതെല്ലാം സത്യമാവണമെന്നുണ്ടോ? തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ താര. ഉണ്ടാവാം ഷാരോണേട്ടാ. മഞ്ഞുയരുന്നത് കണ്ടാൽ നമുക്ക് പുകയാണെന്ന് തോന്നാറില്ലേ? എൻ്റെ പപ്പ പറയുമായിരുന്നു, സിനിമയിലൊക്കെ പണ്ട് മഞ്ഞുണ്ടാക്കുന്നത് കുന്തിരിക്കാൻ പുകച്ചാണെന്ന്. എന്തിനാ മോളെ വെറുതെ തർക്കം? ഇങ്ങനെ വിഷമിക്കാൻ നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. മുന്തിരിമോൾ ശന്തനുവിൻ്റെ ചോരയല്ലേ? ഭാര്യയിൽ കുഞ്ഞുണ്ടാവാത്ത സ്ഥിതിക്ക് ശന്തനുവിന് എൻ്റെ കയ്യിൽ നിന്ന് അയാളുടെ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ ആഗ്രഹമുണ്ടാവുന്നത് സ്വാഭാവികമാണ്. മുന്തിരിമോളെ പിരിഞ്ഞും ജീവിക്കാൻ താരയ്ക്കും കഴിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ 3 പേരും ഒന്നിക്കുന്നത് ഒരു ശരിയാ. മുന്തിരിമോൾ ശന്തനുവിൻ്റെ മകളാണെന്നത് സത്യമാണ്. പക്ഷേ ഷാരോണേട്ടൻ്റെ സ്ഥാനത്ത് ശന്തനുവിനെ എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല. അയാളെ എനിക്ക് സ്നേഹിക്കാനും കഴിയില്ല. ആ ശപിക്കപ്പെട്ട ഞായറാഴ്ചയോടെ അയാൾ എൻ്റെ ശത്രുവാ. കയ്പ അയാൾ എനിക്ക്. ഞായറാഴ്ചകളെ ശപിക്കപ്പെട്ടതെന്ന് പറയരുത് താര. വീർപ്പിൻ്റെ ആഴ്ചയാ ഞായർ. അന്നങ്ങനെ സംഭവിച്ചത് ദൈവത്തിൻ്റെ നിയോഗമാവും. നമ്മൾ കാണുന്നതൊന്നുമല്ല താര ശരി. ദൈവം തീരുമാനിക്കുന്നതാ.
അതുകൊണ്ട് ദൈവം തെളിക്കുന്ന വഴിയെ പോകുന്ന ഒരു കുഞ്ഞാടാവാൻ ശ്രമിക്കുക. ഷാരോൺട്ടൻ ആഹാരം കഴിച്ചോ? ഉവല്ലോ. താരയോ? ഷാരോൺട്ടൻ പോയ ശേഷം എനിക്ക് വെള്ളം കുടിക്കാൻ പോലും പറ്റുന്നില്ല. ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ താര എന്നിൽ നിന്ന് പിരിഞ്ഞത്? അല്ല, പക്ഷേ ഷാരോൺട്ടനെ ഒരു പെണ്ണിനോടും കൊച്ചിനോടും ഒപ്പം കണ്ടതോടെ അമ്മയ്ക്ക് ദേഷ്യമായി. ആ ഈർഷ്യ എന്നിലേക്കും പകർത്തി. മദ്രിച്ചിട്ട് തുപ്പാനും കഴിച്ചിട്ട് ഇറക്കാനും പറ്റാത്ത അവസ്ഥയായി ഷാരോണേട്ട. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കു താര, ഇനി അതേ ചെയ്യാനുള്ളൂ. താരയുടെ മുറിയുടെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. അവൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ശബ്ദം താഴ്ത്തിയിട്ട് ഷാരോനോട് പറഞ്ഞു, വാതിലിൽ ആരോ മുട്ടുന്നുണ്ട് ഷാരോനേട്ട. അമ്മയോ ഗ്രാനിയോ ആവും, ഞാൻ പിന്നീട് വിളിച്ചോളാം. വിളിക്കേണ്ട താര, അമ്മയും ഗ്രാനിയുമൊക്കെ അറിഞ്ഞാൽ കുഴപ്പമാ. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം വേണ്ടെന്ന് വയ്ക്കും മുമ്പ് പലവട്ടം ആലോചിക്കുക. തീരുമാനിച്ചു കഴിഞ്ഞാൽ തിരുത്താതിരിക്കുക. ഷാരോണാണ് സംഭാഷണം അവസാനിപ്പിച്ചത്. താര ചെന്ന് വാതിലിൻ്റെ ബോൾട്ട് നീക്കി. റോസ് വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. നീ ആരോടെങ്കിലും ഫോണിൽ സംസാരിക്കുകയായിരുന്നോ? ആ, ഒരു ഫ്രണ്ട് വിളിച്ചു. ഏത് ഫ്രണ്ട്? റോസ് പുരികം ചോദിച്ചു. നിന്നെ ആരും അങ്ങനെ വിളിക്കാറില്ലല്ലോ. ഷാരോണാണോ വിളിച്ചത്, അതോ നീ അങ്ങോട്ട് വിളിച്ചോ? അവൾ മകളുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോണിലേക്ക് നോക്കി. താരയുടെ മിഴികളൊന്ന് വിറച്ചു. ചോദ്യത്തിന് അവൾ ഉത്തരം നൽകിയില്ല. നീ അങ്ങോട്ട് വിളിച്ചോ? അവൻ ഇങ്ങോട്ട് വിളിച്ചോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഉടൻ കുഞ്ഞ മുഖത്തോടെ താര പറഞ്ഞു, ഞാൻ അങ്ങോട്ടാണ് വിളിച്ചത്. എന്തായിരുന്നു കാര്യം? വെറുതെ എനിക്ക് കുറ്റബോധം തോന്നിയത് കൊണ്ടാവും. എന്തിനാ കുറ്റബോധം? നീ കുറ്റബോധം ചെയ്തില്ലല്ലോ. നമ്മൾ ഷാരോണേട്ടനെ തെറ്റിദ്ധരിച്ചതാണെങ്കിലോ അമ്മേ? തെറ്റിദ്ധരിച്ചതാണെങ്കിൽ ആ ധാരണ അവൻ തിരുത്തണമായിരുന്നു. അപ്പോഴേക്കും ട്രീസാമ്മയും വാതിൽ കടന്നു വന്നു. എന്നാ റോസമ്മേ, സപ്പറും വേണ്ടെന്നാണോ അവൾ പറയുന്നേ? പഷ്ണി കിടന്ന് ശരീരം ക്ഷീണിപ്പിക്കേണ്ട ഒരു കാര്യവും നിനക്കില്ല താരമോളെ. നീ ഷാരോണിനെ വേണ്ടെന്ന് വെച്ചത് നിൻ്റെയും കൂടി ഇഷ്ടപ്രകാരമല്ലേ? ഇവള് വീണ്ടും ഷാരോണിനെ വിളിച്ചിരിക്കുന്നു അമ്മ. റോസ് ട്രീസാമ്മയുടെ നേർക്ക് തിരിഞ്ഞു. ഇതിനായിരുന്നാൽ നമ്മളെ കൊണ്ട് നാടകം കളിപ്പിക്കേണ്ട കാര്യമെന്നതായിരുന്നു. താരയെ നോക്കിക്കൊണ്ട് മമ്മ മൂക്കിൽ വിരൽ ചേർത്തു. വല്ലാത്ത വിഷമം തോന്നിയിട്ട് ഞാനൊന്ന് വിളിച്ചെന്നേ ഉള്ളൂ ഗ്രാനി. താര കരഞ്ഞു. എൻ്റെ തെറ്റുകൾക്ക് മാപ്പ് തന്ന ആളല്ലേ ഷാരോണേട്ടൻ. എനിക്കത്ര പിടിയെന്ന് മറക്കാൻ പറ്റുമോ? മറക്കണം. ട്രീസാമ്മയുടെ മുഖം മാറി. മുമ്പൊരിക്കലും ഇല്ലാത്ത ഗൗരവത്തോടെ അവർ കഴിച്ചുകൊണ്ടി. ചെറിയ കൊച്ചല്ല നീയെ, ഒരു കൊച്ചിൻ്റെ തള്ളയാ. വേണ്ടെന്ന് വെച്ചത് വേണ്ടെന്ന് തന്നെ വയ്ക്കണം. 2 വള്ളത്തെ കാല് വെച്ചാലുള്ള അനുഭവം മോശമാ കുഞ്ഞെ. ജീവിതം പിള്ളക്കളിയല്ല. ഷാരോണിനെ പറ്റിയുള്ള നമ്മുടെ സംശയമൊക്കെ പൊളിയായിരുന്നെന്ന് തെളിഞ്ഞാലും ഇനി നിൻ്റെ മനസ്സ് ചാഞ്ചാലാൻ പാടില്ല. തിരിച്ചു ചെന്നാലും നീ ഇപ്പം ചെയ്തതിൻ്റെ ചുരുക്ക് അവൻ്റെ ഉള്ളിൽ കാണും. അങ്ങനെയുള്ള ആളല്ല ഗ്രാനി ഷാരോണേട്ടൻ. അങ്ങനെയുള്ളവർ തന്നാടി എല്ലാ ആണുങ്ങളും. എല്ലാ ആണുങ്ങളുടെയും ഉള്ളിൽ പെണ്ണുങ്ങളെക്കുറിച്ചൊരു ശങ്ക കാണും. ഇവൾ എന്നെ പറ്റിക്കുമോന്ന്. ഇല്ലെങ്കിൽ കാശിനു കൊള്ളാത്ത വല്ല മരങ്ങൊടുത്തിമായിരിക്കണം. അങ്ങനെയുള്ളവർ എങ്ങനെയായാലും കെട്ടിയന്മാർക്ക് പ്രശ്നം കാണത്തില്ല. അവളുമാരുടെ സ്നേഹവും കാണത്തില്ല. സ്നേഹമുള്ള മനസ്സിൽ കൂടപ്പിറപ്പായി സംശയവും കാണും മോളെ. അതുകൊണ്ട് സൂക്ഷിക്കണം. നീ ഇനി അവനെ വിളിക്കരുത്. താരയുടെ മുഖം കുനിഞ്ഞു. നിന്റെ മനസ്സിൽ ഇനി ശന്തനുവേ ഉണ്ടാകാവൂ. നീ മറ്റൊരുത്തിൻ്റെ കൂടെ കഴിഞ്ഞവളാണെന്ന ശങ്ക അവൻ്റെ ഉള്ളിൽ കാണും. നിനക്ക് ഷാരോൺ ആരും ആയിരുന്നില്ലെന്ന മട്ടിലെ ശന്തനുവിൻ്റെ മുമ്പിൽ പെരുമാറാവൂ. അത് കള്ളമല്ലേ ഗ്രാനി? കള്ളം പറഞ്ഞാടി ഈ ലോകത്തുള്ള എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു കിടക്കയിൽ കിടന്നിറങ്ങുന്നേ. സത്യം മാത്രം പറയാൻ തുടങ്ങിയ ആണും പെണ്ണും ആദ്യ രാത്രി കൊണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു പിരിയും. അവൾ പിന്നെ ഒന്നും പറയാൻ പോയില്ല. റോസ് നിർബന്ധിച്ച് മകളെ സപ്പർ കഴിപ്പിച്ചു. സപ്പർ ടേബിളിലും വിഷയം വീട് വിട്ടുപോയ അമ്മയും മകനുമായിരുന്നു. റേച്ചലും മകനും ഇത്ര എളുപ്പം ഇറങ്ങിത്തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നമ്മൾ അങ്ങോട്ട് ഡിവോഴ്സ് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് അവർ നഷ്ടപരിഹാരം ചോദിക്കുമെന്നായിരുന്നു പേടി. എൻ്റെയോ റോസമ്മയുടെയും കാലം കഴിയുമ്പം അവൻ നമ്മുടെ കൊച്ചിനെ അപകടപ്പെടുത്തിയിട്ട് ഈ വീടും അലൻ്റെ കടയുമൊക്കെ അടിച്ചെടുക്കുമെന്നും എനിക്ക് പേടിയുണ്ടായിരുന്നു. ട്രീസാമ്മ പറഞ്ഞു. കേസ് കോടതിയിലെത്തുമ്പം അവൻ കാശ് ചോദിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല മമ്മേ, റോസ് പറഞ്ഞു. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാലേ എനിക്ക് സമാധാനമുള്ളൂ. സാധാരണ ഡിവോഴ്സ് നടക്കുമ്പം പെണ്ണുങ്ങളല്ലയോ റോസേ നഷ്ടപരിഹാരം ചോദിക്കുന്നേ? പെണ്ണുങ്ങൾ അങ്ങോട്ട് കൊടുത്ത ചരിത്രമുണ്ടോ? എന്ന് വെച്ചാൽ ഡിവോഴ്സ് നമുക്കല്ലയോ അമ്മ ആവശ്യം? അവന് ഈ ബന്ധം ഒഴിയണമെന്നൊന്നും ഇല്ലായിരുന്നല്ലോ. നമ്മൾ പറഞ്ഞ ഉടനെ ഒഴിഞ്ഞു മാറി തന്നത് മുന്തിരിമോടെ ഭാഗ്യം. പെട്ടെന്ന് താര പ്ലേറ്റുമെടുത്ത് മേശക്കരികിൽ നിന്ന് എഴുന്നേറ്റു. പ്ലേറ്റിൽ ബാക്കി വന്ന ഭക്ഷണാവശിഷ്ടം വേസ്റ്റ് പിന്നിൽ കമഴ്ത്തി പ്ലേറ്റ് കഴുകി തുറച്ച് റാക്കിൽ വെച്ച് അവൾ മുറിവിട്ട് പോയി. അതോടെ ചിരി കടിച്ചമർത്തി ട്രീസാമ്മ റോസിൻ്റെ കാതിൽ പറഞ്ഞു. അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് താരയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ റോസേ. നീ ശ്രദ്ധിച്ചോ? അവിടെ മുന്നിൽ വെച്ച് ഒന്നും പറയണ്ടെന്ന് വച്ചതാ മമ്മേനെ. സത്യത്തിൽ എനിക്കും ഇപ്പം കുറ്റബോധം തോന്നുന്നുണ്ട്. എന്നാത്തിന്? ട്രീസാമ്മ കണ്ണു വീഴ്ച്ചു. റേച്ചലും മോനും കുഴപ്പക്കാരാണെന്ന് മുമ്പൊരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല മമ്മേ. അന്നൊരിക്കൽ ഷാരോണിൻ്റെ ഒപ്പം ഒരു പെണ്ണിനെ കൊച്ചിനെ കണ്ടതോടെയാണ് എനിക്ക് വിഷമമായത്. റേച്ചലും കൂടി അറിഞ്ഞുകൊണ്ടാണോ ഈ ചതി ചെയ്യുന്നതെന്ന് ഓർത്തപ്പം എനിക്ക് സഹിക്കാൻ വയ്യാണ്ടായി. അതോർത്തപ്പോഴല്ലേ എനിക്കും വെറുപ്പായത്. എന്നിട്ട് ആ പെണ്ണ്
ഏതാണെന്നൊന്നും റേച്ചലും മോനും പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാമായിരുന്നല്ലോ. ആ ഒരു വിരോധം മാത്രമേ എനിക്കുമുള്ളൂ അമ്മേ. പക്ഷേ ഇന്നത്തെ അവരുടെ പെരുമാറ്റം കണ്ടപ്പോൾ മനസ്സ് തകർന്നു. റേച്ചൽ വന്ന് യാത്ര പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു. ഈ റേച്ചലിനും മോനും നമ്മളോടൊരു ചതി ചെയ്യാൻ പറ്റുകയില്ലെന്ന് എനിക്ക് തോന്നി. എങ്കിൽ പിന്നെ ഷാരോൻ്റെ കൂടെ നീ കണ്ട പെണ്ണും കൊച്ചു ഏതാടി? എനിക്കറിയില്ല അമ്മേ. റേച്ചലിനെയും ചന്ദനുവിൻ്റെ മമ്മി ശോഭനയും ഞാൻ ഇന്നൊരു താരതമ്യം ചെയ്തു നോക്കി. നല്ല വീടും കാശുമൊക്കെ ഉണ്ടെങ്കിലും ശോഭന വെറുമൊരു അലവലാതിയാ അമ്മേ. അതിന് സംശയമുണ്ടോ? ആ ആലോചന വന്ന സമയത്ത് ശന്തനുവിൻ്റെ ഡാഡി എന്ന് പറയുന്നവൻ്റെ ആർത്തി നമ്മൾ അറിഞ്ഞതല്ലേ. ഈ ശന്തനു നമ്മുടെ കൊച്ചിനോട് ചെയ്ത ക്രൂരതയോ അമ്മേ. എന്നിട്ട് നമ്മൾ വീണ്ടും അവൻ്റെ കയ്യിൽ ചെന്ന് പെടാൻ പോകുവാണല്ലോ അമ്മേ. അതോടെ ട്രീസാമ്മ ശ്രദ്ധയായി. മമ്മ എന്താ മിണ്ടാത്തേ? എന്നാ മിണ്ടാനെ മോളെ. ഷാരോണും മമ്മിയും കൂടി നമ്മളെ ചതിക്കുകയാണെന്നല്ലെന്ന് ഓർത്തപ്പം ശന്തനും അവൻ്റെ ആൾക്കാരും ചെയ്ത തെറ്റ് മറന്നു പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്കും പറ്റിയത് അതാ മമ്മേ. അതായാലും മുന്തിരിമോടെ അപ്പയാണല്ലോ ശന്തനു. കുഞ്ഞോടെങ്കിലും അവനും ആൾക്കാരും സ്നേഹം കാണിക്കാതിരിക്കില്ല. ആദ്യത്തെ പെണ്ണുമായി ഡിവോഴ്സായ സ്ഥിതിക്ക് അവർ ചിലപ്പം അല്പം മെരുങ്ങി കാണും. ഇനി എന്തു വന്നാലും അനുഭവിക്കാതെ തരമില്ല. പെട്ടെന്ന് മമ്മ ഏങ്ങലടിച്ച് കരഞ്ഞു. എൻ്റെ മോൻ പോയതുകൊണ്ടാ മോളെ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. നമ്മൾ 3 പെണ്ണുങ്ങൾ മാത്രമായി പോയില്ലേ. അപ്പോഴേക്ക് റോസിൻ്റെ മൊബൈൽ ശബ്ദിക്കാൻ തുടങ്ങി. അവളുടെ മൂത്ത സഹോദരൻ ജയിച്ചേനായിരുന്നു. മകളുടെ ജീവിതത്തിൽ സംഭവിച്ചതല്ല റോസ് ആദ്യമായി സഹോദരനെ അറിയിച്ചു. ശബ്ദനായ അയാൾ മറുപടിയൊന്നും പറയാതെ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. റോസിന് അതൊരു നടുക്കമായി. രാത്രി അവൾക്ക് ഉറങ്ങാനായില്ല. ജയിച്ചൻ്റെ പ്രതികരണം മകളോടോ മമ്മയോടോ പറയാനും അവൾക്ക് കഴിഞ്ഞില്ല. രാവിലെ റോസ് കോളേജിലേക്ക് വിളിച്ച് അന്നത്തേക്ക് ലീവ് സാങ്ഷനാക്കി. അപ്പോഴാണ് പുറത്തൊരു ഓട്ടോറിക്ഷ വന്ന് നിന്ന ശബ്ദം കേട്ടത്. അവൾ ചെന്ന് മെയിൻ ഡോർ തുറന്നു. ഓട്ടോക്കൂലി കൊടുത്ത് പുറത്തേക്ക് വന്നത് സാരിയുടുത്ത ഒരു യുവതിയായിരുന്നു. അവൾ നടന്നെടുത്തപ്പോൾ റോസിൽ ഒരു ഞെട്ടലുണ്ടായി. ഒരിക്കൽ ടൗണിലെ ഷോപ്പിംഗ് മാളിൽ നിന്ന് ഷാരോണോടൊപ്പം ഇറങ്ങി വന്ന സുന്ദരിയല്ലേ ഇവൾ? അപ്പോൾ അമ്മയുടെ പിന്നിലെത്തിയ താരയും ആ ആഗതയെ കണ്ടു. അവൾക്ക് ആ യുവതിയെ നന്നായി അറിയാമായിരുന്നു. അമിത ഹരിനന്ദൻ. ആദ്യം മുന്നിൽ നിന്ന റോസിനെ ഒന്ന് ശ്രദ്ധിച്ച അമിത ആ മുഖത്തെ കനപ്പും ഗൗരവവും കണ്ട് മെല്ലെ താരയുടെ നേർക്ക് തിരിഞ്ഞു. താരയുടേതും അമ്മയുടെ അതേ ഭാവമായിരുന്നിട്ടും അമിത നാണം കെട്ട് ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്താ? താര ഗൗരവത്തിൽ അമിതയെ നോക്കി. ഒന്ന് കാണാൻ വന്നതാ. താരയോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? ഇക്കുറി ചോദിച്ചത് റോസാണ്. അമിത അതോടെ ആ നേർക്ക് തിരിഞ്ഞു. ഷാരോണിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫാ ഞാൻ. എൻ്റെ ഹസ്ബൻഡ് വിദേശത്താ. ഷാരോൺ എനിക്ക് സ്വന്തം ബ്രദറിനെ പോലെ ആയതുകൊണ്ട് വല്ലപ്പോഴും കുട്ടിയെ ഡോക്ടറെ കാണിക്കാനോ മോന് കളിപ്പാട്ടം വാങ്ങാനുമൊക്കെ ആ കാറിൽ യാത്ര ചെയ്യാറുണ്ട്. എനിക്ക് കാറുണ്ടെങ്കിലും ടൗണിലെ ട്രാഫിക് തിരക്കിലൂടെ ഓടിക്കാൻ എനിക്ക് പേടിയാണ്. അപ്പം ഷാരോൺ നിങ്ങളുടെ ഡ്രൈവറാണല്ലേ? അവന് മാന്യമായ മറ്റൊരു ജോലിയുണ്ടെന്ന വിചാരത്തിലാണ് എൻ്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുത്തത്. അങ്ങനെ പറയരുത് ആൻറ്റി. അമിതയുടെ മുഖം ദയനീയമായി. ഷാരോണിന് മാന്യമായ നല്ലൊരു ജോലിയുള്ളതാണ്. എനിക്ക് അവൻ സ്വന്തം ബ്രദറിനെ പോലെ ആയതുകൊണ്ട് മാത്രമാണ് വല്ലപ്പോഴും ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. അമ്പലത്തിൽ പോകാനൊക്കെ ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് എൻ്റെ വണ്ടിയിൽ. നിങ്ങളൊരു ബാങ്ക് ജീവനക്കാരിയാണെന്നറിയാം. ഞാനൊരു പ്രൊഫസറാണ്. എൻ്റെ അപ്പനും പ്രൊഫസറായിരുന്നു. മൂത്ത സഹോദരൻ ഡോക്ടറാണ്. ഇളയവൾ എഞ്ചിനീയറും. നിങ്ങൾക്ക് ചിലപ്പം കാശ് കൂടുതൽ കാണുമായിരിക്കും. എന്നാലും ഞങ്ങളുടെ അത്ര കുടുംബമഹിമയൊന്നും കാണാൻ വഴിയില്ല. എന്നിട്ടും എൻ്റെ മോടെ ഭർത്താവിനെ അവനെന്നും മറ്റും വിളിക്കുന്നത് താൽക്കാലിക ഡ്രൈവർ ആയതുകൊണ്ടാണോ അതോ ന്യൂ ജനറേഷൻ്റെ സ്വാതന്ത്ര്യം വെച്ചോ? തുറന്ന് ചോദിച്ചതിൽ സന്തോഷമുണ്ട് ആൻറ്റി. ചോദിച്ചാലല്ലേ തുറന്ന് സംസാരിക്കാൻ പറ്റൂ. ഷാരോണെ ഞാൻ മോനെന്ന് പോലും വിളിക്കാറുണ്ട്. ഷാരോൻ്റെ കല്യാണത്തിന് മുമ്പേ അങ്ങനെ. കാരണം എന്നേക്കാൾ 2-3 വയസ്സിന് ഇളയതാ ഷാരോൺ. അവൻ എന്നെ ചേച്ചിന്നാണ് വിളിക്കുന്നതും. താര സംശയത്തിൽ അമ്മയൊന്ന് നോക്കി. കണ്ടാലങ്ങനെ തോന്നത്തില്ലല്ലോ. റോസ് അവളെ അടിമുടി വീക്ഷിച്ചു. ഞാൻ വേണേൽ SSLC ബുക്ക് കൊണ്ടുവരാം. അതൊന്നും വേണ്ട. അമിത ഹരിനന്ദൻ എന്നാ പേരെന്ന് എൻ്റെ മകൾ പറഞ്ഞു. ആ പേര് കേട്ടിട്ട് ഹിന്ദുവാണോന്ന് സംശയം. സംശയിക്കേണ്ട, നേരാ. ഞങ്ങൾ ക്രിസ്ത്യാനികളാ. ഷാരോണ് ക്രിസ്ത്യനാ. എന്നിട്ട് നിങ്ങളെങ്ങനെ ഇത്ര കൂട്ടായത്? സത്യം പറയാമല്ലോ, ഞങ്ങൾ ഓർത്തഡോക്സ് ബ്രാഹ്മിൻസാ. എൻ്റെ അച്ഛന് ഞാൻ ഒറ്റ മോളുമാ. അമ്മ എൻ്റെ കുട്ടിപ്രായത്തിലേ മരിച്ചു. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങൾ സ്ട്രിക്റ്റാ. അവർ പാലക്കാട്ടുകാരാ. എനിക്കിവിടെ ജോലിയായതുകൊണ്ടാണ് ഇവിടെ തന്നെ അങ്ങ് താമസിക്കുന്നത്. ഹരിയേട്ടൻ ഇവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. ഒരു സെർവൻറ്റുമുണ്ട്. എൻ്റെ അച്ഛൻ ഒറ്റയ്ക്ക് ചാലക്കുടിയിലും. ആ സാഹചര്യത്തിലാണ് ഹരിയേട്ടൻ്റെ ക്ലോസ് ഫ്രണ്ടായ ഷാരോൺ ഞങ്ങളെ സഹായിക്കാൻ ആരംഭിച്ചത്. പക്ഷേ ഷാരോണോ ഷാരോൻ്റെ മമ്മി റേച്ചലോ അമിതയെക്കുറിച്ചൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടേയില്ല. ഷാരോൺ എൻ്റെ താരയെ വിവാഹം ചെയ്യും മുമ്പേ റേച്ചലും ഞാനും ഫ്രണ്ട്സാണ്. ഒരേ കോളേജിൽ പഠിക്കുന്നവരുമാണ്. എന്നിട്ടും അവർ ഷാരോണ് ഇങ്ങനെയൊരു ഫ്രണ്ട് ഉള്ളതായോ ആ ഫ്രണ്ടിന് ഇങ്ങനെയൊരു ഭാര്യ ഉള്ളതായോ പറഞ്ഞിട്ടേയില്ല.
പറയാൻ വിട്ടതാവൂ ആൻറ്റി. മനുഷ്യർ പലതരമല്ലേ. ചിലർ നിസ്സാര കാര്യങ്ങൾ പോലും വിവരിച്ച് പറയും. മറ്റു ചിലർ പ്രധാന കാര്യങ്ങൾ പോലും ആരോടും പറയില്ല. നിസ്സാര കാര്യങ്ങൾ പോലും വിവരിച്ച് പറയുന്ന തരമായിരുന്നു എൻ്റെ റേച്ചൽ. പിന്നെ എങ്ങനെയാ അവൾ നിങ്ങളുടെ കാര്യം മാത്രം ഒളിച്ചു വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതോടെ അമിതയ്ക്ക് ഉത്തരം മുട്ടി. സത്യത്തിൽ അമിത ഹരിനന്ദൻ എന്ന ഇയാൾ കാരണമാണ് എൻ്റെ താരയുടെ ദാമ്പത്യം തകർന്നത്. അവരിപ്പം പിരിയാൻ കോടതിയെ സമീപിക്കാൻ പോകുക. പെട്ടെന്ന് അമിതയുടെ സംസാര തടസ്സം നീങ്ങി. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ആൻറ്റി ഞാൻ വന്നത്. നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ നീക്കാൻ. ഞാൻ മൂലമാണ് താരയും ഷാരോണും പിരിയണതെങ്കിലും ഇനിയൊരിക്കലും ഷാരോൻ്റെ ഒപ്പം എന്നെ കാണില്ലെന്ന് ഞാൻ വാക്കുതരാം. അത് വേണ്ട, പറഞ്ഞത് താരയാണ്. നിങ്ങളുടേത് സഹോദര ബന്ധമാണെങ്കിൽ ഞാനതിനെ തെറ്റിദ്ധരിക്കുന്നത് ക്രൂരതയല്ലേ? അതിൽ ഒരു ക്രൂരതയുമില്ല. തെറ്റിദ്ധാരണയുടെ പേരിൽ ഷാരോണും താരയും പിരിയുന്നതാണ് ക്രൂരത. ഷാരോണേട്ടനും നിങ്ങളും പരസ്പരം കാണാതിരുന്നാൽ നിങ്ങളെ സഹായിക്കാൻ ഇവിടെ മറ്റാരോ ഉള്ളത്? ആരും വേണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ ഞാൻ. എൻ്റെ ഭർത്താവിന് ഞങ്ങളുടേതുപോലുള്ള 10 കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ശമ്പളമുണ്ട്. ജോലി രാജിവെച്ച് മോനെയും കൊണ്ട് ഞാൻ ചാലക്കുടിക്കോ പാലക്കാടിനോ പോകും. അതോടെ പ്രശ്നം തീരില്ലേ? തനിച്ചായതിൻ്റെ മുഷ്പ് മാറാൻ വേണ്ടി മാത്രമാണ് ഞാൻ ബാങ്കിലെ ജോലിക്ക് പോകുന്നത്. താര ധർമ്മസങ്കടത്തിൽ അമ്മയെ നോക്കി. അപ്പോൾ റോസ് അമിതയോട് ചോദിച്ചു, താരയും ഷാരോണും പിരിയാൻ പോവുകയാണെന്ന കാര്യം ആരാണ് നിങ്ങളോട് പറഞ്ഞത്? അപ്പോൾ അമിത ഒന്ന് പരിങ്ങി. ഷാരോൺ. അപ്പം സ്വന്തം ദാമ്പത്യ രഹസ്യങ്ങൾ പോലും ഷാരോൺ നിങ്ങളുമായി പങ്കുവയ്ക്കാറുണ്ട്. ഞാൻ മൂലമല്ലേ ഷാരോൻ്റെ ദാമ്പത്യം തകർച്ചയിലെത്തിയത്? അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടും ഇത്രയും കാലം ഈ ബന്ധം തുടർന്നിട്ട് തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലെത്തിയപ്പോഴാണ് മാനസാന്തരമുണ്ടായത്. മാനസാന്തരമല്ല ആൻറ്റി, തുടക്കം തൊട്ടേ ഞങ്ങളുടെ ബന്ധം പരിശുദ്ധമായിരുന്നു. അതെൻ്റെ ഭർത്താവിനറിയാം, എൻ്റെ അച്ഛനും അറിയാം. പക്ഷേ ഷാരോൻ്റെ കുടുംബജീവിതം തകരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനൊരു തീരുമാനമെടുത്തത്. വേണ്ട, താര വീണ്ടും ഇടയിൽ കയറി. എനിക്ക് വേണ്ടി ആരും ത്യാഗം ചെയ്യേണ്ട. അതെ, റോസ് മകളുടെ പക്ഷം ചേർന്നു. യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോയതാ ഷാരോൺ. ഇനി ഞങ്ങളായി തിരിച്ചു വിളിക്കുന്നില്ല. താരയെ ബോധ്യപ്പെടുത്താനായി അമിത എറണാകുളം വിട്ട് പോവുകയും വേണ്ട. നിങ്ങളെ തെറ്റിദ്ധരിച്ച തെറ്റ് ഞങ്ങളുടേതാണല്ലോ. അതിനുള്ള ശിക്ഷ ഞങ്ങൾ അനുഭവിച്ചോളാം. എനിക്കറിയാം ആൻറ്റി. അമിതയുടെ മുഖത്ത് ഒരു വിജയഭാവം തെളിഞ്ഞു. ഷാരോൺ തെറ്റുകാരനായതുകൊണ്ടൊന്നുമല്ല നിങ്ങൾ അവനിൽ നിന്ന് പിരിയാൻ ആഗ്രഹിക്കുന്നത്. താരയ്ക്ക് അവളുടെ കുട്ടിയുടെ അപ്പനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ലേ? താരയും റോസും ഒരുപോലെ ഞെട്ടിപ്പോയി. രണ്ടുപേരും ഒരുപോലെ വിവർണയുമായി. അപ്പം കുടുംബരഹസ്യങ്ങൾ മാത്രമല്ല, കിടപ്പറ സ്വകാര്യങ്ങൾ പോലും ഷാരോൺ കൂട്ടുകാരൻ്റെ ഭാര്യയുമായി പങ്കുവയ്ക്കാറുണ്ടല്ലേ? റോസിൻ്റെ സ്വരം ഉയർന്നു. മതി, ഇത്രയും കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ വിശുദ്ധി എത്ര മാത്രമുണ്ടെന്ന് മനസ്സിലായി. ഇനി ഇയാളൊന്നും പറയണ്ട, വന്ന വഴിക്ക് മടങ്ങാം. ഞങ്ങളുടെ ബന്ധത്തിൻ്റെ വിശുദ്ധി ദൈവത്തിനറിയാം ആൻറ്റി. ഷാരോൻ്റെ ആദ്യ രാത്രി താരയ്ക്കെങ്കിലും ഓർമ്മയുണ്ടാവുമല്ലോ. താരയെന്ന് ഷാരോൻ്റെ ഹൃദയം തകർത്തപ്പോൾ കാറുമെടുത്ത് അവൻ പോകുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്കാണ്. അപ്പം രാത്രി പോലും ഷാരോനേട്ടൻ നിങ്ങളെ കാണാൻ വരുമായിരുന്നല്ലേ? താര കരഞ്ഞു. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഷാരോൻ വന്നത് എൻ്റെ ഭർത്താവ് ഹരിനന്ദനെ കാണാനാ. ഷാരോൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായി ഹരിയേട്ടൻ ലീവ് എടുത്ത് 2 ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. ഹരിയേട്ടനോട് ഇടറിയ സ്വരത്തിൽ ഷാരോൺ പറഞ്ഞതെല്ലാം തൊട്ടരികെ മുറിയിലിരുന്നാണ് ഞാൻ കേട്ടത്. അന്ന് ഹരിയേട്ടൻ അവനെ ഉപദേശിച്ചത് വിവാഹമോചനത്തിനായിരുന്നു. പക്ഷേ ഷാരോണിന് അത് കഴിയില്ലായിരുന്നു. സ്നേഹസ്വരൂപിണിയായ ആ മമ്മി അതിനെ അനുവദിക്കുകയുമില്ലായിരുന്നു. എന്നിട്ടും സ്വന്തം തെറ്റുകൾ ഒളിച്ചു വെച്ച് വഞ്ചിക്കാൻ ശ്രമിച്ച നിങ്ങൾ അമ്മയും മകളും ചേർന്ന് ആ സാധുക്കളെ ഇപ്പോൾ നിഷ്കരണം പുറത്താക്കി. ഷാരോന് വേണ്ടി നിങ്ങളുടെ കാല് പിടിക്കാനൊന്നുമല്ല ഞാൻ വന്നത്. നിങ്ങൾ ചെയ്ത ദ്രോഹം ഒന്ന് ബോധ്യപ്പെടുത്താൻ മാത്രമാണ്. അമിത തിരിഞ്ഞു നടന്ന് ഗേറ്റ് കടന്നു. 2 പ്രതിമകൾ മാതിരി മരവിച്ച് നിൽക്കുകയായിരുന്നു താരയും റോസും. ആ വന്നവളാണടി ഷാരോൻ്റെ രഹസ്യക്കാരി. പിന്നിൽ നിന്ന് ട്രീസാമ ആരാഞ്ഞു. അവൾ പറഞ്ഞതെല്ലാം ഞാനും കേട്ട്. അരിയും തിന്ന് അമ്മച്ചിയും കടിച്ചിട്ടും പിന്നെ നായ്ക്കാണ് മുറുമുറുപ്പ് എന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഇത്. അവൾ പറഞ്ഞതെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട കേട്ടോ. കാണാൻ കൊള്ളാമെങ്കിലും പഴയ നാടകക്കാരിയെ പോലെയാ അവിടെ വർത്തമാനം. എന്തൊരു ചുറുചുറുപ്പ്, എന്തൊരു വാക്ചാതുര്യം. നല്ലവളല്ല റോസ അവൾ. പറഞ്ഞു പഠിപ്പിച്ച് അവനും തള്ളയും കൂടി അയച്ചതാ ഈ അഴിനാട്ടക്കാരിയെ. മമ്മ പറഞ്ഞത് ശരിയായിരിക്കുമോ എന്നൊരു ശങ്ക റോസിൻ്റെ മുഖത്തുണ്ടായിരുന്നു. എന്നാൽ താര അമ്പെ തകർന്നു പോയിരുന്നു. തൻ്റെ പക്ഷത്താണ് തെറ്റ് മുഴുവനെന്ന് അവൾക്ക് തോന്നി. ഷാരോണിനെ ഞാൻ ചതിച്ചതാണ്. എന്നിട്ട് നിരപരാധിയായി അദ്ദേഹത്തെ കുരിശിലേറ്റാൻ നോക്കി. അകത്ത് ചെന്ന് മോളെ കെട്ടിപ്പിടിച്ച് കിടക്കയിലേക്ക് ചാഞ്ഞു താര. മടങ്ങിയ വഴി ഷാരോൻ്റെ പുതിയ വീട്ടിൽ അമിത എത്തി. കഴിഞ്ഞതൊക്കെ ഇനി മറക്കണതാണ് ഷാരോൺ നല്ലത്, അവൾ ഉപദേശിച്ചു. അന്ന് ആ രാത്രി ഹരിയേട്ടൻ പറഞ്ഞത് അനുസരിച്ചാൽ മതിയായിരുന്നു. എങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഷാരോണും മമ്മിയോ ഒരക്ഷരം മറുപടി പറഞ്ഞില്ല. വന്ന ഓട്ടോയിൽ തന്നെ അമിത മടങ്ങിപ്പോയി. രാത്രി ഹരിനന്ദൻ വിളിച്ചപ്പോൾ അവളെല്ലാം തുറന്ന് അറിയിച്ചു. ഈ ലോകത്ത് നല്ലവരും ശുദ്ധരുമോ ഹരിയേട്ട? മറ്റു മനുഷ്യരെ മനസ്സിലാക്കുന്നതും മാപ്പ് കൊടുക്കുന്നതും. ദുഷ്ടന്മാർക്കും പാപികൾക്കും അതിന് കഴിയില്ല. മറ്റുള്ളവരുടെ നല്ല മനസ്സ് മനസ്സിലാക്കാനും അവർക്കാവില്ല. ഇന്ന് അതെനിക്ക് വ്യക്തമായി. സാരമില്ല മിത, ഹരിനന്ദൻ ആശ്വസിപ്പിച്ചു. ഷാരോനെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് വരും. വന്നാലും അവൻ ആ ഫൂളിനെ മറന്നാലേ ഗതി പിടിക്കൂ.
ഇപ്പോഴും ഷാരോൺ താരയെ ഓർത്ത സങ്കടപ്പെടുന്നത്. വിവാഹമോചനം നടന്നു കഴിയുമ്പം അവനിൽ മാറ്റമുണ്ടാകും. വിശേഷിച്ചും താര അവളെ ദ്രോഹിച്ചതിൻ്റെ കൂടെ ചെന്ന് പാർക്കാൻ തുടങ്ങുമ്പോഴേക്കും. എന്നാലും ഒരു കാര്യം ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഹരിയേട്ട. സ്നേഹിച്ചവനെയും ആപത്തിൽ രക്ഷിച്ചവനെയും കൈവടിഞ്ഞിട്ട് ഒരു പെണ്ണ് ഒരിക്കൽ ദ്രോഹിച്ചതിൻ്റെ പുറകെ പോകുന്നത്. അവളുടെ കുഞ്ഞിൻ്റെ അപ്പനല്ലേ അമിത അവൻ. സ്നേഹവും മണ്ണാങ്കട്ടയും ഒന്നും വേണ്ട ആർക്കും. കപടമാന്യത മതി. അത്തരം കുറേ പ്രമാണങ്ങളിൽ അടിപ്പെട്ട് പോയിരിക്കുക നമ്മുടെ ആളുകൾ. അതൊന്നും ഓർത്ത് നീ ടെൻഷനാവണ്ട. ഷാരോണ് നല്ലൊരു പെണ്ണിനെ കിട്ടുമെന്ന് ഞാൻ പ്രവചിക്കുക. ഷാരോണ് നല്ലൊരു പെണ്ണിനെ കിട്ടിയാൽ മാത്രം പോരാ, താരയുടെ നന്ദിക്കേടിന് ശിക്ഷയും കിട്ടണം, അമിത പറഞ്ഞു. ഹരിനന്ദൻ ഉറക്കെ ചിരിച്ചു. താര വിവാഹമോചനത്തിന് തയ്യാറായതും ഷാരോൺ അവളുടെ വീട് വിട്ടു പോയതും ശന്തനു മമ്മിയായ ശോഭനയെ അറിയിച്ചു. അത് കേൾക്കാൻ കാത്തിരുന്ന ശോഭന ഒരു ഞായറാഴ്ച നോക്കി ഓട്ടോയിൽ റോസിൻ്റെ വീടിന് മുന്നിലിറങ്ങി. വാതിൽ തുറന്ന ട്രീസാമ്മ കൈപിടിച്ചാണ് ശോഭനയെ അകത്തേക്ക് കൊണ്ടുപോയത്. അകത്തുണ്ടായിരുന്ന താരയെ കണ്ടതും ശോഭന ഓടിച്ചെന്ന് വട്ടം കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഇരു കവിളുകളിലും മാറി മാറി ഉമ്മ വെച്ചു. എൻ്റെ പൊന്നുമോളെ, നിന്നെയൊന്ന് കാണാൻ ആൻറ്റി എത്ര കൊതിച്ചെന്നോ. സത്യമാ പറയുന്നേ. ശന്തനോട് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ആ തൃശ്ശൂർക്കാരിയെ കൊണ്ട് കളഞ്ഞേക്ക്, നിൻ്റെ മോളെ മമ്മിയെ ചെന്ന് കൊണ്ടുവാടാന്ന്. എത്ര നാളായി മോളെ അവനും ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്. തൃശ്ശൂർക്കാരിയുടെ കെട്ടിയെന്ന് വിട്ടുകിട്ടാതെ വല്ലതും കഴിയുമോ? ഒടുവിൽ കർത്താവ് തമ്പുരാൻ വഴി തുറന്നു. ആ വർത്തമാനത്തിലെ വച്ചുകെട്ട് ഓരോ വാക്കിലും അവൾ തിരിച്ചറിഞ്ഞു. എങ്കിലും അങ്ങേയറ്റം സന്തോഷം ഭാവിച്ചു. ഷാരോണട്ടിൻ്റെ മമ്മിയുടെ ശുദ്ധവും ശാന്തവുമായ സ്നേഹത്തിന് മുന്നിൽ ഇത് വെറും ചവിട്ട് നാടകം മാത്രം. മുന്തിരി മോൾ എവിടെ മോളെ? അവൾ പഠിക്കുക. റിട്ടയർഡായ അൽസമ്മ ടീച്ചറായിരുന്നു പകൽ 1 മണിക്കൂർ നേരത്തേക്ക് മുന്തിരിയെ പഠിപ്പിച്ചിരുന്നത്. ടീച്ചർ വന്നതോടെ അവളുടെ പഠനത്തിന് പുരോഗതിയുണ്ടായി. താര വല്ലതും പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാതെ അങ്ങിങ്ങ് നോക്കിയിരിക്കാറുള്ള മോൾ ഒരു വലിയമ്മച്ചിയുടെ സ്നേഹത്തോടെ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം കൗതുകത്തിൽ കാതോർക്കുകയും ചുണ്ടുകൾ വിടർത്തി അതേപടി ആവർത്തിക്കുകയും ചെയ്യും. കമ്പ്യൂട്ടർ. കമ്പു അല്ല മോളൂ, കമ്പ്യൂട്ടർ വാക്ക് വ്യക്തവും പൂർണ്ണവുമാവുമ്പോൾ മുന്തിരിയുടെ മുഖത്ത് ആഹ്ലാദം പ്രകടമാവും. ടീച്ചറുടെ മുഖത്തും. ആ പഠനം കണ്ടു നിന്ന ശോഭനയുടെ മുഖം ഒന്ന് മങ്ങി. അവൾ ട്രീസമ്മയെ നോക്കി. ഇച്ചിരി മന്ദതയുണ്ട് ഇല്ലയോ? ഇപ്പം ഇച്ചിരിയേ ഉള്ളൂ. നേരത്തെ ഇതിലും ബുദ്ധിമുട്ടായിരുന്നു. അന്നൊക്കെ ആഴ്ചയിൽ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകുമായിരുന്നു. അതെന്താ അങ്ങനെ വന്നേ? തലയിലെഴുത്ത്. അല്ലാതെ എന്തുവാ? തലയിലെഴുത്തല്ല, താര പറഞ്ഞു. 3 മാസം തികയും മുമ്പ് അബോർട്ട് ചെയ്യാനായി ഞാനൊരു ആയുർവേദ മരുന്ന് കഴിച്ചു. ഒരു കൂട്ടുകാരി കൊണ്ട് തന്നതാ. അമ്മയും ഇവിടെ ഉള്ളവരും അറിഞ്ഞില്ല. ആ മരുന്ന് ഏൽക്കാഞ്ഞപ്പം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. സമയം കഴിഞ്ഞെന്ന് അവർ പറഞ്ഞപ്പം സ്റ്റെയർകേസിൽ നിന്ന് ചാടി. അവ നടക്കാഞ്ഞപ്പം ഓർക്കപ്പുറത്ത് ബ്ലീഡിങ് വന്നു. പിന്നെ ഹോസ്പിറ്റലിലായി. ജീവനോടെ കിട്ടിയത് ഗോഡ് ഡിസിഷൻ. തുടർന്ന് അവൾക്കറിയാൻ തുടങ്ങി. എൻ്റെ കൊച്ചിനെ ഞാൻ കൊല്ലാൻ നോക്കി. സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചും ബ്ലേഡ് എടുത്ത് കണ്ടിച്ചും കൊല്ലാൻ നോക്കുന്ന പെണ്ണുങ്ങളും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? എന്നെയും തൂക്കി കൊല്ലേണ്ടതാ. മോളെ, റോസ് മകളെ ചേർത്ത് പിടിച്ചു. ഒക്കെ കഴിഞ്ഞില്ലേ? എന്നാത്തിനാ ഇനി അതൊക്കെ ഓർക്കുന്നേ? ഓരോ വിധിയല്ല, ചതിച്ചതാ എന്നെ. അവളുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി ചിതറി. ശോഭനയ്ക്ക് പേടിയായി. അവൾ ചുറ്റും നോക്കി. അത് കണ്ടപ്പോൾ റോസ് മകളുടെ കാതിൽ പറഞ്ഞു, കൺട്രോൾ യുവർ സെൽഫ് താര. ആളുകളെ പേടിപ്പിക്കാതെ. ഒടുവിൽ അവൾ സ്വന്തം നിയന്ത്രണത്തിലായി. തിരികെ മകൻ്റെ അരികിലെത്തിയ ശോഭന പറഞ്ഞു, എൻ്റെ ശന്തനു, നിൻ്റെ തലയിലെഴുത്ത് വല്ലാത്തതാ കേട്ടോ. നിൻ്റെ കൊച്ചാന്ന് പറയുന്ന ആ കൊച്ചിന് ബുദ്ധിവൈകല്യമുണ്ട്. 1 വയസ്സിൽ ടീച്ചർ വന്നിരുന്ന് തല തല്ലിയ അതിനെ പഠിപ്പിക്കുന്നേ. മുമ്പ് കണ്ടപ്പോഴത്തെ ചന്തമൊന്നും അതിനില്ല. ഒരു കുട്ടി തേവാങ്ക് പോലെ. മുടിയാണെങ്കിലോ ചുരുണ്ട് തിങ്ങി മുഖത്തിന് ചുറ്റും. കണ്ണുകൊണ്ട് അത് നമ്മളെ നോക്കുന്ന കണ്ടാൽ പേടിയാവും. അത് നിൻ്റെ കൊച്ചാണെന്നോ തന്നെ എനിക്കറിയത്തില്ല. മമ്മി വെറുതെ പറഞ്ഞിച്ച് എന്നെ പേടിപ്പിക്കണ്ട. അതെൻ്റെ കൊച്ചു തന്നെ. അല്ലെങ്കിലും ഞാൻ സഹിച്ചു. താരയാണെങ്കിലും പെട്ടെന്ന് പിശാച് കൂടിയ പോലെ ഒരു തരം വർത്തമാനം. കണ്ണും വീഴ്ച പല്ലും ഞെരിച്ച്. ഇതിലും ഭേദമായിരുന്നു തൃശ്ശൂർക്കാരിയെന്ന എൻ്റെ സംശയം. മമ്മി മിണ്ടണ്ട, ഞാൻ സഹിച്ചു എന്ന് പറഞ്ഞില്ലേ? എങ്കിലും ശന്തനുവിൻ്റെ ഉള്ളിലും ഒരു ഘനം വന്നു തുടങ്ങി. വിവാഹമോചന കേസ് കുടുംബ കോടതിയിലെത്തി. അവിടെ വെച്ച് കണ്ടപ്പോൾ താരയ്ക്ക് ഷാരോണിനെ അഭിമുഖീകരിക്കാൻ പ്രയാസം. പരസ്പരം ഏറ്റുമുട്ടിയ 2 ജോഡി കണ്ണുകളും ഒരുപോലെ നീർക്കയങ്ങളായി. ഷാരോൺ സാവധാനം താരയുടെ അരികിലെത്തി. എന്നിട്ട് മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത തരത്തിൽ അവളോട് പറഞ്ഞു, താരയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഒഴിയുന്നത്. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടി. അതുകൊണ്ട് നമുക്കിടയിലെ എല്ലാ സത്യങ്ങളും താരയ്ക്ക് പറയാം. താര പറയുന്നതെല്ലാം രണ്ടാമതൊന്നും ആലോചിക്കാതെ ഏറ്റെടുക്കുന്നതേയുള്ളൂ ഞാൻ. താര മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അവൾക്ക് വേണ്ടി തൊട്ടരികിൽ നിന്നിരുന്ന റോസ് പറഞ്ഞു, നന്ദിയുണ്ട് ഷാരോൺ, ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം. നന്ദി വേണ്ട ആൻറ്റി, വെറുപ്പും വിദ്വേഷവും ഉണ്ടാവാതിരുന്നാൽ മതി. ഞാൻ നന്ദി പറഞ്ഞത് ഹൃദയം കൊണ്ടാ മോനെ. റോസിൻ്റെ തൊണ്ടയിടറി. വിധിയാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത്. ഇനി വിധിയുടെ തീരുമാനം തന്നെ നടക്കട്ടെ. നമുക്കിനി പിന്തിരിയാൻ പറ്റില്ല.
താരയ്ക്കൊരു നല്ല ജീവിതമുണ്ടാവാനേ നീ പ്രാർത്ഥിക്കാവൂ. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഞങ്ങൾക്കെല്ലാം കുറ്റബോധമുണ്ട്. എല്ലാം വിധിയാണെന്ന് കരുതിയാൽ പിന്നെ കുറ്റബോധം വേണ്ടല്ലോ ആൻറ്റി. റേച്ചലിനെ ഞാൻ എല്ലാ ക്ലാസ് ഡേയ്സിലും കോളേജിൽ വെച്ച് കാണാറുണ്ട്. മിണ്ടണമെന്ന് എനിക്കുണ്ട്. പക്ഷേ മിണ്ടാതെ ഒഴിഞ്ഞു മാറും. തെറ്റ് ഞങ്ങളുടെ പക്ഷത്താണല്ലോ. അങ്ങനെയൊന്നും ഇനി കരുതണ്ടെന്നേ. മമ്മി മിണ്ടാത്തത് പിണക്കം കൊണ്ടല്ല ആൻറ്റി, സ്നേഹത്തിൻ്റെ സങ്കടത്തിലാ. സാരമില്ല, മറ്റാരുടെയോ തിരക്കഥയിലല്ലേ നമ്മുടെ അഭിനയം. നമ്മൾ വെറും കഥാപാത്രങ്ങളല്ലേ. പിന്നെ അവൻ താരയോട് പറഞ്ഞു, എല്ലാം നല്ലതിനാ താര. ഇതുവരെ സംഭവിച്ചതിലും മോശമൊന്നും ഇനി വരാനില്ലല്ലോ. ഷാരോൺ നടന്നുപോയി. താരയ്ക്ക് പറയാനുള്ളതാണ് ആദ്യം കോടതി കേട്ടത്. ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഒന്നുപോലെ ഒഴിവാക്കാതെ അവൾ വിവരിച്ചു. എൻ്റെ മോളുടെ യഥാർത്ഥ പപ്പ ഇപ്പോൾ എന്നെ വിവാഹം ചെയ്യാനായി സ്വന്തം ഭാര്യയിൽ നിന്ന് വേർപിരിഞ്ഞ് കാത്തു നിൽക്കുകയാണ്. ആ വ്യക്തിയുടെ പേര്? അതിന് പ്രസക്തിയില്ലല്ലോ. ഷാരോണിൽ നിന്ന് ഞാൻ പിരിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ എന്നെ വിവാഹം ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. ഷാരോണെയും നിങ്ങളുടെ മകളുടെ യഥാർത്ഥ പപ്പയെയും ഇരുത്തുമ്പോൾ കോടതിക്ക് ബോധ്യമാവുന്നത് നിങ്ങളുടെ ഭാവി വരൻ ഒരു കള്ളനാണയമാണോ എന്നാണ്. ദുർബോധനങ്ങൾക്ക് അടിപ്പെട്ട് ഒരിക്കൽ നിങ്ങളെ ചതിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തവനാണ് അയാൾ. സെറിബ്രൽ പാൾസി ബാധിച്ച ഈ കുട്ടിയെയും കൊണ്ട് അവളുടെ പപ്പയാണെന്ന ഏക ന്യായത്തിൽ നിങ്ങൾ ഈ സാഹസത്തിന് മുതിരുന്നത് തീർത്തും ബാലിശമായിരിക്കും താര. ന്യായാസനത്തിലിരുന്നത് താരയെയും റോസിനെയും അടുത്തറിയാവുന്ന അകന്ന ബന്ധുവായ സെലിൻ സക്രിയായിരുന്നു. ആ മുഖത്ത് നോക്കാൻ താരയ്ക്ക് ധൈര്യമുണ്ടായില്ല. എന്തു മറുപടി പറയണമെന്നറിയാതെ വിവശയായി ചുറ്റും കണ്ണോടിച്ച് നിൽക്കെ കോടതി മുറിയുടെ പിൻനിരയിൽ ശന്തനുവിനെ അവൾ കണ്ടു. ഒരു അപരാധിയെ പോലെ ഉണ്ടായിരുന്നു ആ മുഖം. നോട്ടങ്ങൾ സന്ധിച്ചതോടെ അവൻ പിന്നിലേക്ക് ഒളിച്ചു കളഞ്ഞു. താരയ്ക്ക് ഇതേക്കുറിച്ചൊന്നും പറയാനില്ലേ? സെലിൻ സക്രിയ ചോദിച്ചു. താര വിഷമത്തിൽ മുഖം കുനിച്ചു നിന്നതേയുള്ളൂ. അടുത്ത ഊഴം ഷാരോണിൻ്റെതായിരുന്നു. താര കോടതിയിൽ ബോധിപ്പിച്ചവയ്ക്ക് പൂരകമായ രീതിയിലായിരുന്നു അവൻ്റെ വെളിപ്പെടുത്തലുകൾ. വിവാഹത്തിന് മുമ്പേ എൻ്റെ മമ്മിയുടെ സഹപ്രവർത്തകയുടെ മകൾ എന്ന നിലയ്ക്ക് താരയെ എനിക്കറിയാമായിരുന്നു. മൗനമായ ഒരു ആരാധനയും എനിക്കുണ്ടായിരുന്നു. എങ്കിലും സ്വന്തമായി ഒരു വീട് പോലുമില്ലാത്ത അവസ്ഥയിൽ സാമ്പത്തികമായി ഒരുപാട് മേലെ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ചെന്ന് പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ടായില്ല. എന്നാൽ നിശ്ചയിക്കപ്പെട്ട മനസ്സമ്മതം മാറിപ്പോയ സാഹചര്യത്തിൽ ഒരു ലോട്ടറി അടിച്ച പോലെയാണ് താര എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഷാരോൺ പറഞ്ഞു നിർത്തിയപ്പോൾ അമ്മയുടെ അരികിലിരുന്ന താര വലത് കൈ തലം കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് ഏങ്ങി. റോസ് പെട്ടെന്ന് മകളെ ഒന്ന് ചേർത്ത് പിടിച്ചു. ആദ്യ രാത്രി താൻ ഗർഭിണിയാണെന്ന് താര പറഞ്ഞപ്പോൾ ഞാൻ പക്ഷേ തകർന്നു പോയി. ഷാരോൺ തുടർന്നു. പക്ഷേ എൻ്റെ മമ്മി കൂട്ടുകാരിയുടെ മകൾക്ക് വേണ്ടി എന്നോട് യാചിച്ചു. മമ്മിക്ക് വേണ്ടി ഞാൻ പൊരുത്തപ്പെടാൻ തയ്യാറായി. റോസ് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. റേച്ചൽ വന്നിട്ടുണ്ടോ എന്ന സംശയത്തിൽ. അധികം ആളുകളൊന്നുമില്ലായിരുന്നു കോടതി മുറിയിൽ. ശന്തനുവും ശോഭനയും എത്തിയിട്ടുണ്ടെന്നറിയാം. ശോഭന പുറത്ത് നിൽക്കുകയാവും. റേച്ചലും ഒരുപക്ഷെ പുറത്തുണ്ടാവുമോ? ഒരിക്കൽ ക്രൂരമായും നിന്ദ്യമായും ദ്രോഹിച്ചവർക്ക് വേണ്ടിയാണ് താനും മകളും ഇപ്പോൾ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തണൽ നൽകിയവരെ ഒഴിവാക്കുന്നത്. കോടതിക്ക് പോലും അത് വ്യക്തമായിരുന്നു. തങ്ങൾക്കെങ്ങനെ അത് കഴിഞ്ഞു? ഒരിക്കൽ ഷാരോണിന് വേണ്ടി ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിനൊപ്പം സ്വയം ഇല്ലാതാവാനും ശ്രമിച്ചവളാണ് താര. ഷാരോൺ എന്ത് തെറ്റ് ചെയ്താലും പുറത്ത് മുന്നോട്ട് പോകണമെന്ന് മകളെ ഉദ്ദേശിച്ച അമ്മയാണ് താൻ. പിന്നെ എങ്ങനെ കഴിഞ്ഞതെല്ലാം മറന്ന് ഇതുവരെ എത്തി? മകളെ ചേർത്ത് പിടിച്ച് ജീവിച്ചവുമായിരുന്ന റോസിൻ്റെ കാതിലേക്ക് വീണ്ടും ഷാരോണിൻ്റെ ശബ്ദം എത്തി. എൻ്റെ സങ്കല്പങ്ങൾക്കുമപ്പുറം നല്ല കുട്ടിയായിരുന്നു താര. എൻ്റെ മമ്മിക്ക് അവൾ സ്വന്തം മകളായിരുന്നു. 2 കുടുംബങ്ങൾ ഒരുമിച്ച് അങ്ങേയറ്റം സന്തോഷമായി ഒരു വീട്ടിൽ ജീവിച്ചു. എന്നാലും താരയുമായി ദാമ്പത്യബന്ധം പുലർത്താൻ എനിക്കായില്ല. അവളുടെ മനസ്സിലും അവളുടെ കുഞ്ഞിൻ്റെ പപ്പയായിരുന്നിരിക്കാം. ആദ്യ പുരുഷനെ ഒരു പെണ്ണിനെ മറക്കാനാവില്ലെന്ന് ഏതൊക്കെയോ പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിരുന്നു. റോസ് ഞെട്ടലിൽ താരയെ നോക്കി. താര നിഷേധാർത്ഥത്തിൽ മുഖം കുടഞ്ഞു. പുറത്തെ ജനലിനരികിൽ നിന്ന് അത് കേൾക്കുകയായിരുന്നു ശന്തനുവിനും മമ്മിക്കും തൃപ്തിയായി. അപ്പം അവർ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞെന്നൊക്കെ റോസമ്മ നിന്നോട് പറഞ്ഞത് കളവായിരിക്കും. ശോഭന ശബ്ദം താഴ്ത്തി മകനോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ താര നിനക്ക് മാപ്പ് തന്നു. അല്ലെങ്കിൽ ഒരുത്തൻ്റെ ഒപ്പം 2-3 ആണ്ട് ജീവിച്ചേച്ച് ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു കാരണവുമില്ലാതെ ഭർത്താവിന് വേണ്ടെന്ന് വയ്ക്കുമോ? കാരണം വേറെയുമുണ്ട് മമ്മി. ഷാരോൺ താരയെ ചതിക്കുമായിരുന്നേ. അവന് വേറൊരു പെണ്ണും കൊച്ചുമുണ്ട്. രോഹിത് പറഞ്ഞത് കേട്ടില്ലേ? എന്നിട്ട് താരയതൊന്നും കോടതിയിൽ പറഞ്ഞില്ലല്ലോ. നീതിപ്പെടുത്തിയിരിക്കുന്ന ആ സ്ത്രീ എന്നെ താഴ്ത്തിക്കെട്ടി പറഞ്ഞതോടെ താരയുടെ ഗ്യാസ് പോയില്ലേ? അവരെല്ലാം ഇപ്പോൾ ഷാരോണിൻ്റെ പക്ഷത്താ. ഇക്കണക്കിന് താരയോട് കോടതി അനുകൂലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംഭവിച്ചാലും കുഴപ്പമില്ല ശന്തനു. നിനക്ക് നിൻ്റെ കൊച്ചിനെ കിട്ടുമല്ലോ എന്നായിരുന്നു മുമ്പത്തെ എൻ്റെ ഏക സന്തോഷം. താരയുടെ വീട്ടിൽ ചെന്ന് ആ കൊച്ചിനെ കണ്ടതോടെ എള്ളിൽ വീണ ഒച്ച പോലെയായി ഞാൻ. വയറ്റിൽ വെച്ച് തന്നെ പല പ്രാവശ്യം അവൾ ആ കൊച്ചിനെ കൊല്ലാൻ നോക്കിയതാടാ. അതുകൊണ്ടല്ലേ അതിനൊരു മനുഷ്യക്കോലമില്ലാണ്ടായത്. എന്തെങ്കിലും ചികിത്സ ചെയ്ത് അതിനി നന്നായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മമ്മിയൊന്നും മിണ്ടാതിരി. കുഞ്ഞ് എങ്ങനെയായാലും എനിക്ക് താരയെ വേണം. താരയല്ലാതെ മറ്റൊരു പെണ്ണുമായി എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ഈശോയെ. ശോഭന തലയിൽ കൈവച്ചു.
താരയും ഞാനും പിരിയാനുള്ള പ്രധാന കാരണം ഇതൊന്നുമല്ല. ഷാരോൺ വീണ്ടും പറഞ്ഞു തുടങ്ങി. താര എന്നെ ചതിച്ചത് മനസ്സറിയാതെയാണെങ്കിൽ മനസ്സറിവോടെ അവളെ ചതിച്ചവനാണ് ഞാൻ. താരയെ വിവാഹം ചെയ്യും മുമ്പേ എൻ്റെ ജീവിതത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അതിലൊരു കുട്ടിയും. പെട്ടെന്ന് ശന്തനു മമ്മിയെ നോക്കി. കേട്ടല്ലോ, താര പറയണ്ട, അവൻ പറയും സത്യം. അവനും അവളെ വേണ്ടെന്നായിരിക്കുന്നു. അങ്ങനെ സാങ്കല്പികമായി ഓരോന്ന് പറഞ്ഞാൽ പോരാ, സെലിൻ സക്രിയ പറഞ്ഞു. കോടതിക്ക് തെളിവുകൾ പ്രധാനമാണ്. മാം, താരയോട് തെളിവ് ആവശ്യപ്പെട്ടല്ലോ. അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ച്. അത് അടുത്ത ഘട്ടമാണ്. ഞാനും ചിലപ്പോൾ എൻ്റെ കുട്ടിയുടെ അമ്മയെ വിവാഹം ചെയ്തേക്കാം. അതും അടുത്ത ഘട്ടമാണ്. ആദ്യം ഞങ്ങൾക്ക് ആവശ്യം നിലവിലുള്ള ബന്ധത്തിൽ നിന്നുള്ള മോചനമാണ്. അത് താരയേക്കാൾ ആവശ്യം എനിക്കാണ്. അച്ഛനും അമ്മയും അവർക്കുണ്ടായ കുഞ്ഞുങ്ങളും ഒരുമിക്കുന്ന ജീവിതമല്ലേ മാം സുഖപ്രദം? അതോ അന്യൻ്റെ കുട്ടിയുടെ പിതൃത്വം സഹിക്കേണ്ട ഗതികേടാണോ? അപ്പോൾ ശോഭന മകനോട് ചോദിച്ചു. കേട്ടോടാ അവൻ ചോദിക്കുന്നേ. അന്യൻ്റെ കൊച്ചിൻ്റെ പിതൃത്വത്തിന് ഇത്ര കയ്പാണെന്ന് അവൻ ഇപ്പോഴാണോ മനസ്സിലാക്കിയത്? മമ്മി സ്റ്റോപ്പ്. ശന്തനു മുരണ്ടു. ഇവിടെ നിന്നിപ്പോൾ ഒന്നും പറയണ്ട, എൻ്റെ സമനില തെറ്റും. താരയും റോസും പുറത്തേക്ക് വരും മുമ്പേ അവർ കുടുംബ കോടതിയിൽ നിന്നും സ്ഥലം വിട്ടു. ആദ്യഘട്ട വിചാരണ അവസാനിച്ച് താരയും റോസും കാറിൽ കയറാനായി പുറത്തേക്ക് വരുമ്പോൾ ഷാരോൺ അവരുടെ അരികിലെത്തി. എല്ലാം ശരിയാകുമെന്നേ. താരയ്ക്കും ശന്തനുവിനും എത്രയും വേഗം ഒരുമിക്കാൻ കഴിയും. ശന്തനുവും മമ്മിയും അതിന് കൊതിക്കുന്നുണ്ട്. ഈ നേരം വരെ അവിടെ ഉണ്ടായിരുന്നു. ഷാരോണിനെ താര നോക്കിയതേയില്ല. റോസ് മാത്രം അവൻ്റെ നേർക്കും മന്ദഹസിച്ചു. റേച്ചൽ വന്നില്ലേ ഷാരോൺ കോടതിയിൽ? മമ്മിക്ക് ഇവിടുത്തെ രംഗങ്ങൾ ഫേസ് ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞ ആൻറ്റി. നമ്മുടെ അത്ര ബോൾഡൊന്നുമല്ല ആ പാവം. എന്നിട്ടും ചെറിയ കുരിശുകളൊന്നുമല്ല ദൈവം എൻ്റെ മമ്മിയെ കൊണ്ട് ചുമപ്പിക്കുന്നതും. ശരി ഷാരോൺ, റോസ് കൈവീശി. ഇതൊന്നും ഞാനോ എൻ്റെ മോളോ ആഗ്രഹിച്ച കാര്യങ്ങളല്ലെന്ന് ഞാൻ മോൻ മമ്മിയോട് പറയണം. മനസ്സറിയാതെ എങ്ങനെയൊക്കെയോ സംഭവിച്ചു പോയതാണ്. അക്കാര്യത്തിൽ മോനും മമ്മിക്കുമുണ്ട് ഒരു ചെറിയ പങ്ക്. അവർ കാറിൻ്റെ ഗ്ലാസ് ഉയർത്തി. ആ വണ്ടി നീങ്ങിയ ശേഷമാണ് അവൻ സ്വന്തം കാറിൻ്റെ നേർക്ക് നടന്നത്. കാർ വീട്ടുമുറ്റത്തെത്തി നിന്നതും താര അമ്മയുടെ മടിയിലേക്ക് മുഖം ചായച്ചേങ്ങി. എനിക്ക് വയ്യമ്മേ. അടുത്ത തവണ കോടതിയിലേക്ക് ഞാൻ വരില്ല. എനിക്ക് വിവാഹമോചനം വേണ്ട, മറ്റൊരു പുനർവിവാഹവും വേണ്ട. ഷാരോണിനത് വേണമെങ്കിലോ? കോടതിയിൽ അവൻ പറഞ്ഞത് കേട്ടില്ലേ? ആ പറഞ്ഞത് മുഴുവൻ കളവാണ്. അമ്മയ്ക്കും അത് മനസ്സിലായി കാണുമല്ലോ. അമിത ഹരിനന്ദൻ പറഞ്ഞത് സത്യം തന്നെയാവും. അവർ സഹോദര നിർവിശേഷം സ്നേഹിക്കുന്നവർ തന്നെയാവും. വിശേഷിച്ച് ബന്ധമൊന്നുമില്ലാത്ത സ്ത്രീ പുരുഷന്മാരുടെ സൗഹൃദത്തിൽ നമ്മൾ എന്തിനാണമ്മേ എപ്പോഴും അവിഹിതം ആരോപിക്കുന്നത്? ചിലപ്പോൾ അതൊരു വിശുദ്ധ ബന്ധമാണെങ്കിലോ? ഇങ്ങനെയൊരു ചിന്തയിലെത്താൻ നമ്മൾ ഒരുപാട് വൈകിയില്ലേ മോളെ? വൈകി. എന്നാലും ഇതിനിടെ നമുക്ക് നിർത്തിക്കൂടെ? ശാന്തനോട് നമ്മൾ എന്ത് മറുപടി പറയും താര? ഒരു മറുപടിയും പറയേണ്ട കാര്യമില്ല. അമ്മയുടെ മടിയിൽ നിന്ന് അവൾ മുഖമുയർത്തി. അന്ന് മനസ്സ് ചോദ്യം നിശ്ചയിച്ച ശേഷം എന്തു കാരണത്തിലാണ് അതിൽ നിന്ന് ശന്തനു ഒഴിഞ്ഞത്? എന്നോട് കാണിച്ച ക്രൂരതയ്ക്കും എന്തു മറുപടിയാണ് പറയാനുള്ളത്? അന്നങ്ങനെ സംഭവിച്ചു. അതിൻ്റെ പാപപരിഹാരമായാണ് ഇപ്പോൾ നിനക്കൊരു ജീവിതം തരാൻ ശ്രമിക്കുന്നതെങ്കിലോ? ഈ ശന്തനുവിനെ എനിക്ക് വെറുപ്പാണമ്മേ. ഷാരോണേട്ടനോടാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇഷ്ടമുള്ളത്. പക്ഷേ ശന്തനു മുന്തിരി മോളുടെ അപ്പയാണ്. അത് മറക്കാൻ പാടില്ല. ശന്തനു എങ്ങനെയാണ് മുന്തിരി മോളുടെ അപ്പയായത്? എന്നെ മൃഗീയമായി ചതിച്ചിട്ടല്ലേ? പശ്ചാത്തപിക്കുന്നുവെന്ന് പറഞ്ഞാലും അയാൾ ചെയ്ത തെറ്റൊന്നും എനിക്ക് മറക്കാനാവില്ല. ഇപ്പോഴും ഷാരോണേട്ടൻ എത്ര സ്നേഹമായാണ് നമ്മളോട് പെരുമാറുന്നത്. ശന്തനുവോ നമ്മൾ കോടതിയിൽ നിന്ന് ഇറങ്ങി വരും മുമ്പേ അമ്മയും മകനും സ്ഥലം വിട്ടില്ലേ? നീ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് ആളുകളെ തെറ്റിദ്ധരിക്കരുതേ താര. ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് അവൻ പോയതാണെങ്കിലോ? അല്ലെങ്കിൽ ഷാരോണെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടാവും. ലീവ് ഇറ്റ് മോളോ. ആ ചുമലിൽ മെല്ലെ തട്ടിക്കൊടുത്തു റോസ്. അപ്പോഴേക്കും മുന്തിരിമോളെ ഒക്കിൽ എടുത്തുകൊണ്ട് ട്രീസമ്മ അകത്തുനിന്ന് ഇറങ്ങി വന്നു. കാറ് വന്നു നിന്നിട്ട് 10-15 മിനിറ്റായി. നിങ്ങളെ അകത്തോട്ട് കാണാൻ ഇറങ്ങി വരുമായിരുന്നു ഞാൻ. പെട്ടെന്ന് താര ഡോർ തുറന്നിറങ്ങി. ഗ്രാനിയുടെ ഒക്കത്തു നിന്ന് മകളെ ഏറ്റുവാങ്ങി കവിളിൽ ഉമ്മ നൽകി. എന്തായിരുന്നു കോടതിയിൽ ചെന്നിട്ട്? ട്രീസമ്മ മരുമകളോട് ആരാഞ്ഞു. ഷാരോൺ വന്നില്ലായിരുന്നോ? കോടതിയിൽ നിന്ന് കുഴപ്പം പിടിച്ച വല്ല ചോദ്യം ചോദിച്ചോ? ഷാരോൺ മാത്രമല്ല, ശന്തനുവും മമ്മിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചോദ്യങ്ങളല്ല കുഴപ്പിച്ചത്, താരയുടെ മനോഭാവമാണ്. അവൾക്കിപ്പോഴും ഷാരോണോടോ തീരാത്ത സെൻറ്റിമെൻറ്റ്സ്. അയ്യോ, അതെന്നാത്തിനാ? കവിളിൽ കൈ കൊടുത്തുകൊണ്ട് ട്രീസമ്മ താരയെ നോക്കി. അവൻ നമ്മളോട് ചതി ചെയ്തത് കൊണ്ടല്ലയോ നമ്മൾ ഈ ബന്ധം വേണ്ടാന്ന് വെച്ചത്? ലോകത്തിൽ ആര് കേട്ടാലും നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയെന്ന് പറയുമോ? പറയും, താര പറഞ്ഞു. ഷാരോണേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയോ ചെയ്തേ. തെറ്റ് ചെയ്തത് ഞാനാ. മറ്റൊരുവനിൽ നിന്ന് ഗർഭിണിയായത് മറച്ചുവെച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി. എന്നിട്ടും അദ്ദേഹം എന്നോട് പുറത്തു. ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കരുതി. ഒടുവിൽ നിസ്സാര കാര്യത്തിന് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹമോചനത്തിനൊരുങ്ങി. ട്രീസമ്മ അല്പനേരം ആലോചിച്ചു നിന്നു. പിന്നെ റോസിനെ ഒന്ന് നോക്കിയിട്ട് മോളെയും കൊണ്ട് അകത്തേക്ക് പോകാൻ ഒരുങ്ങിയ താരയെ അവർ കൈപിടിച്ച് നിർത്തി.
നീ പറഞ്ഞത് അത്രയും ശരിയാണെന്ന് വയ്ക്ക്. വിവാഹമോചനത്തിന് കോടതിയിലെത്തിയ ശേഷം തിരികെ യോജിച്ച് ഒരുമിച്ച് ജീവിച്ച ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്കാർക്കും അന്യന് പിറന്ന കൊച്ചിനെ കൂടെ പാർപ്പിക്കേണ്ടി വന്നിട്ടില്ല. ഇതാണെങ്കിൽ ഒരു പെങ്കൊച്ച. നിന്റെ തോന്നിയാസം കൊണ്ട് ആ കുഞ്ഞിനെ ചില്ലറ വൈകല്യം വന്നുപെട്ടിട്ടുണ്ട്. അത് വളർന്നു വരുമ്പോൾ പെറ്റ നിനക്കും ജന്മം കൊടുത്ത പുരുഷനും എല്ലാം അതൊരു പ്രശ്നമായി തീരും. നിന്റെ കൂടെയുള്ളത് കൊച്ചിൻ്റെ അപ്പന് പകരം ഒരു അന്യനായ ആളാണെങ്കിലുള്ള സ്ഥിതി ഓർത്തു നോക്ക്. സ്വന്തം അപ്പന് തോന്നുന്ന ദണ്ണം ഒരന്യന് ഏതായാലും തോന്നത്തില്ലല്ലോ, എത്ര ദൈവമനസ്സുള്ളവനായാലും. അതുകൊണ്ടാ പറയുന്നത്. നീ ഇതുവരെ ചെയ്തത് തെറ്റായാലും ഇനി ചെയ്യാൻ പോകുന്നത് തെറ്റാവില്ല മോളെ. വയ്യാത്ത കൊച്ചിനെ കൊണ്ട് നീ അതിൻ്റെ അപ്പൻ്റെ കൂടെ തന്നെ പൊറുക്കുന്നതാ ബുദ്ധി. ട്രീസാമ്മ തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. അതോടെ റോസ് മകളുടെ കൈ പിടിച്ചു. താരബലമായി ആ പിടി അഴിച്ചു മാറ്റി. ഗ്രാനി പറഞ്ഞതാ മോളെ ശരി, റോസ് പറഞ്ഞു. വളർന്നു വരുമ്പം ഈ കുഞ്ഞിന് സ്വബോധം വന്നാൽ അതും ഗ്രാനി പറഞ്ഞതേ ആഗ്രഹിക്കൂ. എത്ര സ്നേഹമുള്ളവനായാലും സ്വന്തം അപ്പനല്ല കൂടെയുള്ളതെന്നറിഞ്ഞാൽ ഏത് കുഞ്ഞിനും അത് അപമാനമായിരിക്കും മോളെ, മറക്കണ്ട. അവർ മെല്ലെ തിരിഞ്ഞ് അകത്തേക്ക് പോയി. താരമകളെ നോക്കി കുഞ്ഞിപ്പല്ലുകൾ കാട്ടി മുന്തിരി ഒന്ന് ചിരിച്ചു. പെട്ടെന്ന് അവൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആർത്തലച്ചു കരഞ്ഞു. മകളുടെ കരച്ചിൽ കേട്ട് റോസ് അകത്തുനിന്ന് ഇറങ്ങി വന്നു. താരയുടെ കയ്യിൽ നിന്ന് കുട്ടിയെ വാങ്ങി മകളെ ചേർത്ത് പിടിച്ച് അവൾ അകത്തേക്ക് നടന്നു. ഇനി കരഞ്ഞിട്ട് കാര്യമില്ല മോളെ. കേസ് കോടതിയിലെത്തി. നമുക്കിനി മുന്നോട്ട് പോയേ പറ്റൂ. ഉള്ളിലെ കുറ്റബോധമാ നിന്നെ ഇങ്ങനെ കരയിക്കുന്നത്. ഷാരോൺ എത്ര ബോൾഡായാ നിൽക്കുന്നത്. അവനും വിഷമം കാണാതിരിക്കില്ല. രണ്ടുപേര് ഇങ്ങനെ വിഷമിച്ചോണ്ട് എന്തിനാ അമ്മേ പരസ്പരം പിരിഞ്ഞു പോണത്. അമ്മയുടെ നെഞ്ചിലേക്ക് മുഖമണച്ച് താര വീണ്ടും കരഞ്ഞു. ഇതിൽ ഭേദം ഷാരോണേട്ടനെക്കുറിച്ച് കേട്ടതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചോണ്ട് എല്ലാം ക്ഷമിച്ച് ആ കൂടെ കഴിയുന്നതല്ലേ. ഇനി അതിന് സാധിക്കില്ല താര. ഷാരോൺ കോടതിയിൽ പറഞ്ഞതൊക്കെ നീ കേട്ടതല്ലേ. അവനും ഒരു പുതിയ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അതൊക്കെ കളവാമ്മേ. എനിക്ക് വിവാഹമോചനം കിട്ടാൻ വേണ്ടി ഷാരോണേട്ടൻ സ്വയം ശിക്ഷിക്കുക. എനിക്ക് അങ്ങനെയാ തോന്നിയേ. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇനി നീ ഷാരോണിനെക്കുറിച്ച് ചിന്തിക്കണ്ട. നിന്റെ മോളെക്കുറിച്ച് ഓർത്താൽ മതി. നിന്റെ മോളുടെ അപ്പൻ ശന്തനുവാ. അവന് നിന്റെ കൊച്ചിനോട് തോന്നുന്ന സ്നേഹവും അടുപ്പവും എന്തായാലും ഷാരോണിന് തോന്നില്ല. അവന് അത് അഭിനയിക്കാനേ കഴിയൂ. ഷാരോണും നീയും തമ്മിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ കഴിയുമായിരുന്നല്ലോ. കുറേ കഴിഞ്ഞ് ഷാരോണിൽ നിനക്ക് ഒരു കുട്ടി കൂടി ഉണ്ടായി കഴിയുമ്പോൾ മുന്തിരിമോളോടുള്ള അവൻ്റെ സമീപനം മാറാം. ശന്തനുവിനാണെങ്കിൽ അങ്ങനെയൊരു പ്രോബ്ലം വരില്ല. നിനക്കറിയുമോ, മക്കൾക്ക് വേണ്ടി മനപ്പൊരുത്തമില്ലാത്ത എത്രയോ പുരുഷന്മാരെ നമ്മുടെ സ്ത്രീകൾ സഹിക്കുന്നു. പെണ്ണിൻ്റെ ജീവിതം സഹനമാ മോളെ. നിൻ്റെ ജീവിതത്തിൽ അരുതാത്ത എന്തൊക്കെയോ സംഭവിച്ചു. അതുകൊണ്ട് നീ വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. താര പിന്നെ ശബ്ദിച്ചതേയില്ല. അന്ന് രാത്രിയിൽ റോസും ട്രീസാമ്മയും അവളോടൊപ്പമാണ് കിടന്നത്. ലൈറ്റ് അണച്ചിട്ടും ഉറങ്ങുവോളം ട്രീസാമ്മ താരയെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. ഷാരോണിന് വേണ്ടി നീ നിൻ്റെ മകളെ കൊല്ലാൻ നോക്കി, സ്വയം ചാവാനും. എന്നാൽ നിനക്ക് ദഹിക്കാൻ കഴിയാത്തൊരു ബന്ധം ഉപേക്ഷിക്കാൻ അവന് കഴിഞ്ഞോ? അത് എന്ത് ബന്ധമാണെന്ന് വിശദീകരിക്കാൻ പോലും അവൻ തയ്യാറായില്ലല്ലോ. മറ്റൊരു പുരുഷനിൽ നിന്ന് ഗർഭിണിയായി എന്നോട് പൊറത്തില്ലേ ഷാരോണേട്ടൻ? ഞാനും അപ്പം അത് പൊറുക്കണമായിരുന്നു. എത്ര കാലം പൊറുക്കും നീ? റോസാണ് ചോദിച്ചത്. ഭർത്താവിൻ്റെ മദ്യപാനവും മർദ്ദനവും ആർഭാടവുമൊക്കെ സഹിക്കാൻ കഴിയും പെണ്ണിന്. പക്ഷേ അയാളുടെ ദുർനടപ്പ് സഹിക്കാൻ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരുത്തിക്ക് കഴിയില്ല താര. അനുഭവിക്കാൻ തുടങ്ങുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാവൂ. ഒരിക്കൽ അത് അനുഭവിച്ച് എൻ്റെ അടുത്ത് പ്രതിഷേധം പറഞ്ഞവളാ നീ. ഇപ്പം പിരിയുമെന്നായപ്പോൾ നിനക്ക് സങ്കടം വന്നു. ഞങ്ങൾക്കുമൊക്കെയുണ്ട് മോളെ പ്രയാസം. എന്നുവെച്ച് നമ്മൾ താമസിക്കുന്ന പുരയിലേക്ക് വീഴാനൊരുങ്ങുന്ന ഒരു മരം വെട്ടിമാറ്റാതെ പറ്റുമോ? ഈ സങ്കടവും പ്രയാസവുമൊക്കെ ശന്തനുവിൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ശരിയാവും മോളെ, ട്രീസാമ്മ പറഞ്ഞു. എങ്ങനെയായാലും അവൻ്റെ മുന്നിൽ കുറ്റവാളിയായി നിനക്ക് നിൽക്കേണ്ടി വരില്ലല്ലോ. നിൻ്റെ മുന്നിൽ തലക്കൊമ്പിട്ടേ അവൻ നിൽക്കൂ. ശോഭനയാണെങ്കിൽ വളവളാന്ന് നാവിട്ടടിക്കുമെന്നേയുള്ളൂ. ഒരു കഥ ഇല്ലാത്തവളാ. അത്തരക്കാരെ നമുക്ക് പേടിക്കേണ്ടി വരില്ല. ആളൊന്നും തൂക്കിമൊക്കെ വർത്തമാനം പറയുന്നവരെയാ സൂക്ഷിക്കേണ്ടത്. നൈനാനാണെങ്കിലും ഇതിരി ആർത്തിയുണ്ടെന്നേയുള്ളൂ. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ലെന്ന് കേട്ടിട്ടില്ലേ? സംസാരത്തിനിടയിൽ പലവട്ടം അമ്മ കോട്ടുവായിട്ടു. ഒടുവിൽ ആ ശബ്ദം ദുർബലമായി. അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അമ്മ അതിനു മുമ്പേ ഉറങ്ങിക്കഴിഞ്ഞുവെന്ന് താരയ്ക്ക് മനസ്സിലായി. മകളെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങാനാവാതെ കിടന്ന് അവൾ പലകുറി തൻ്റെ ദുർവിധിയെ പഴിച്ചു. ഒരു ദിവസം റോസ് കോളേജിലായിരുന്നപ്പോൾ ജയ്ച്ചൻ അങ്കിൾ താരയെ കാണാൻ വന്നു. നിന്റെ അമ്മ എൻ്റെ അടുത്ത് എല്ലാം ഒളിച്ചു. ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി വരില്ലായിരുന്നു താര. അമ്മയല്ലെങ്കിൽ ഒളിച്ചത് ഞാനാ. അമ്മയോട് പറഞ്ഞാൽ പപ്പ അറിയുമെന്ന് ഞാൻ ഭയന്നു. സുഖമില്ലാത്ത പപ്പയ്ക്ക് അപകടമൊന്നും സംഭവിക്കാതിരിക്കാനാ ഞാൻ എല്ലാം ഒളിച്ചത്. ഒടുവിൽ എന്തു ഞാൻ ഭയന്നോ അതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു. അത് വിധിയാ. അങ്ങനെ പറയരുത് താര. മറിച്ച് അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മളെ ദൈവം തുണയ്ക്കണം. അതിനാണ് ഭാഗ്യമെന്ന് പറയുന്നത്. ഭാഗ്യമുള്ളവരാണ് വിധിയെ വെല്ലുവിളിച്ചെന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നത്. അത്തരക്കാരോട് എനിക്കിപ്പോൾ പുച്ഛമാ. ഷാരോണിൽ നിന്ന് പിരിഞ്ഞാൽ ശന്തനു നിന്നെ മാരി ചെയ്യുമോ? അമ്മയൊക്കെ പറയുന്നത് അതാണ്. ഏതായാലും അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല.
ജോലി ചെയ്ത് കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊള്ളാം. നിനക്ക് എന്ത് സഹായം ആവശ്യം വന്നാലും എന്നെ വിളിക്കണം. ഞാൻ മടങ്ങിയെത്തും. അന്ന് നിൻ്റെ അമ്മ ഇതൊക്കെ ഫോണിൽ വിളിച്ചറിയിച്ചപ്പോൾ ഞാൻ കുറേ ദേഷ്യപ്പെട്ടു. അതിൽ പിന്നെ അവളെന്നെ വിളിച്ചിട്ടില്ല. പിണങ്ങിക്കാണും. ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്കാമെങ്കിൽ. അമ്മ നിരപരാധിയാ. എല്ലാം എൻ്റെ ദുർബുദ്ധി കൊണ്ട് സംഭവിച്ചതാ. ഒരു ചായ ചോദിച്ച് വാങ്ങി കുടിച്ചിട്ടാണ് ജെയിംസ് ജോസഫ് മടങ്ങിയത്. അമ്മ വന്നപ്പോൾ താരെങ്കിൽ വന്ന കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ റോസ് ജയിച്ചനെ വിളിച്ച് പിണക്കം മാറ്റി കേസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഷാരോണിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് അന്യായമെന്നൊന്നും പറയാൻ പറ്റില്ല റോസമ്മ. അവനെ മറ്റൊരു പെണ്ണിൻ്റെ ഒപ്പം കണ്ട നിങ്ങൾ ചോദ്യം ചെയ്തതിലൊന്നും തെറ്റില്ല. അവനും മമ്മിയും ആ സാഹചര്യം എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്ന തെറ്റ് അവൻ്റേത് തന്നെയാണ്. ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് മനുഷ്യരെ വേർപിരിക്കുന്നത്. എന്തായാലും ഡിവോഴ്സ് നടക്കട്ടെ. താരയ്ക്കൊരു ജോലിയോ ബിസിനസ്സോ അറേഞ്ച് ചെയ്യാം. അലൻ്റെ ആ കട തുറക്കുന്നതിൽ എന്താ കുഴപ്പം? കടയിൽ വന്നിരുന്നാൽ അവൾക്കും മോൾക്കും എൻഗേജ്മെൻ്റ് ആവും. ഞാനത് ആലോചിക്കാൻ ജയിച്ചാ. കുറേ പണം മുടക്കേണ്ടി വരും. സാരമില്ല, ഞാനത് തരാം. അയ്യോ വേണ്ട ജയിച്ചാ, അത്യാവശ്യം കുറച്ച് കാശൊക്കെ എൻ്റെ കൈവശമുണ്ട്. കുറച്ച് കാശൊന്നും പോരാ. നീ എന്തിനാ വിഷമിക്കുന്നേ? സ്ത്രീധനമൊന്നും തന്നല്ലല്ലോ നിന്നെ ഞങ്ങൾ അയച്ചേ. നിൻ്റെ കാശ് തന്നെ കുറേ എൻ്റെ കൈവശമുണ്ട്. ഡിവോഴ്സ് ശരിയായാലും തിരക്കിട്ട് അവളെ ശന്തനുവിൻ്റെ തലയിൽ കെട്ടിവയ്ക്കണ്ട. അവൻ ചെയ്തതൊന്നും ഒരു മനുഷ്യന് നിരക്കുന്നതല്ലല്ലോ. അവൾ കുറച്ചുനാൾ സ്വന്തം കാലിൽ നിൽക്കട്ടെ. അയാൾ സംസാരം അവസാനിപ്പിച്ചു. ശന്തനു പക്ഷേ ഡിവോഴ്സ് കേസ് നടക്കുന്നതിനിടയിൽ 2 തവണ റോസിനെ കാണാൻ അവരുടെ വീട്ടിലെത്തി. അവൾ ചായ ഉണ്ടാക്കി അവനെ സൽക്കരിച്ചു. താര ആ ഭാഗത്തേക്ക് വന്നില്ല. എനിക്ക് മോളെ കാണണമെന്ന് പറഞ്ഞപ്പോൾ റോസ് തന്നെ കുട്ടിയെ എടുത്തുകൊണ്ട് ചെന്ന് കാണിച്ചു. ശന്തനു കൈ നീട്ടിയിട്ട് മുന്തിരി ആ കൈയിലേക്ക് ചെന്നില്ലെന്ന് മാത്രമല്ല ഇഷ്ടക്കേടിൽ മുഖം തിരിക്കുകയും ചെയ്തു. അവൻ്റെ മുഖം ഇരുണ്ടപ്പോൾ റോസ് പുഞ്ചിരിയിൽ ആശ്വസിപ്പിച്ചു. ശന്തനുവിൻ്റെ മോൾക്കറിയില്ലല്ലോ. കുറേ ദിവസം അടുത്തടുത്ത് കാണുമ്പോൾ അവൾക്ക് ആ അടുപ്പം തോന്നും. അപ്പം അവൾ മുഖം തിരിക്കില്ല. ഇല്ലടാ ചക്കരെ. തുടർന്ന് അവൾ മോളുടെ കവളിൽ തുരുതുരാ മുത്തി. കുട്ടി പക്ഷേ പിന്നീട് ഒരിക്കൽ പോലും ശന്തനുവിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞില്ല. നിരാശയിലാണ് അവൻ മടങ്ങിയത്. എങ്കിലും വൈകാതെ വീണ്ടും വന്നു. ഇത്തവണ താരയെ കാണണമെന്ന് ശന്തനു നിർബന്ധം പിടിച്ചു. അവൾക്ക് പക്ഷേ മുന്നിൽ ചെല്ലാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിടിച്ചു വലിച്ചാണ് റോസ് താരയെ അവൻ്റെ മുന്നിലെത്തിച്ചത്. താമസിയാതെ വിധിയുണ്ടാവും. നമുക്ക് അനുകൂലമായി, ശന്തനു പറഞ്ഞു. ഞാൻ ഷാരോണിനെ കണ്ടിരുന്നു. നമ്മൾ ഒരുമിക്കുന്നതിൽ അവനും സന്തോഷമാണ്. വിധി വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ വിവാഹം നടക്കണം. മുഖം കുരിച്ചു നിന്ന താര ശബ്ദിച്ചതേയില്ല. വിവാഹം എന്ന് വേണമെന്നും ഏത് പള്ളിയിൽ വേണമെന്നും താരയും അമ്മയും കൂടി തീരുമാനിച്ചാൽ മതി. ഉടനെ വേണമെന്ന് മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ. ഷാരോണുമായുള്ള വിവാഹത്തിന് അണിഞ്ഞ ആഭരണങ്ങളൊന്നും വേണ്ട. താരയ്ക്ക് അണിയാനുള്ളതൊക്കെ ഞാൻ കൊണ്ടുവന്നോളാം. അതിനും താര പ്രതികരിച്ചില്ല. മോളെവിടെ? അവൻ ചോദിച്ചു. അവളെ കൂടി കണ്ടിട്ട് ഞാൻ പോയേക്കാം. അവൾ ഉറങ്ങുകയാണ്. മുഖം ഉയർത്താതെയാണ് അവൾ പറഞ്ഞത്. എങ്കിൽ ഞാൻ അകത്തേക്ക് വന്ന് കണ്ടോളാം. അകത്തേക്ക് കിടക്കാനായി ശന്തനു ഒരടി മുന്നോട്ട് വെച്ചു. അപ്പോഴേക്കും താര മുഖമുയർത്തി. എന്നിട്ട് അപേക്ഷിച്ചു. ഉറങ്ങുമ്പോൾ കുട്ടികളെ കാണുന്നത് ദോഷമാണ് എന്നാര് പറഞ്ഞു? അവൻ്റെ പുരികം ചുളിഞ്ഞു. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പറയാറുണ്ട്. ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? ബൈബിളിൽ എഴുതുന്നതൊക്കെയാണോ ശന്തനു പറയാറുള്ളത്? ശന്തനുവിന് ഉത്തരം മുട്ടി. യെസ്. അവൻ തലകുലുക്കി. ഉണരുമ്പോൾ ഞാൻ വന്ന് കണ്ടോളാം. യാത്ര പറയാതെ ശന്തനു തിരിഞ്ഞു നടന്നു. മകളുടെ സംസാരം ഇഷ്ടപ്പെടാതെ റോസിൻ്റെ മുഖം കനത്തിരുന്നു. നിൻ്റെ ഈ സംസാര രീതിയും പെരുമാറ്റ രീതിയും കൊണ്ട് തന്നെയാവും അവൻ മനസ്സ് ചോദ്യത്തിന് മുമ്പേ നിന്നെ അന്ന് ഉപദ്രവിച്ചത്. അല്ലമ്മേ. താരയുടെ സ്വരം ഉറച്ചു. അയാൾ അന്ന് എന്നെ ക്രൂരമായി ഉപദ്രവിച്ചത് കൊണ്ടാണ് ഇപ്പോഴത്തെ എൻ്റെ സംസാര രീതിയും പെരുമാറ്റ രീതിയും ഇങ്ങനെയായത്. 10 ജന്മം കൊണ്ട് എന്നോട് അയാൾ ചെയ്തത് എനിക്ക് മറക്കാൻ കഴിയില്ല. സച്ച് എ ഡെവിൾ ഹീസ്. അവൾ തിരിഞ്ഞു നടന്നു. റോസും പുറകെ പാഞ്ഞു. നിക്കടി. ഡിവോഴ്സ് കഴിഞ്ഞാൽ ശന്തനോടൊപ്പം ജീവിക്കാൻ നീ തയ്യാറല്ലേ? അത് പറയ്. അങ്ങനെയൊന്നും ഞാൻ വാശി പിടിക്കുന്നില്ല. ജയിച്ചനെങ്കിൽ പറഞ്ഞതുപോലെ സ്വന്തം കാലിൽ നിൽക്കണമെന്നുണ്ട് എനിക്ക്. എൻ്റെ കുഞ്ഞിനെ ആരെയും ആശ്രയിക്കാതെ എനിക്ക് ഒരു കരയ്ക്ക് എത്തിക്കണം. നിൻ്റെ മാത്രം കുഞ്ഞല്ലല്ലോ അതിനെ മുന്തിരി. ശന്തനുവിനും അവളിൽ അവകാശമില്ലേ? ഞങ്ങളുടെ വിവാഹം അന്ന് നടന്നിരുന്നെങ്കിൽ അവകാശമുണ്ടായിരുന്നു. DNA നടത്തി അവകാശം സ്ഥാപിക്കാനാണെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ കുട്ടികളുടെ അവകാശം അങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ ഇവിടെ നിയമമില്ലമ്മേ. അപ്പം നീയും ഈ വയ്യാത്ത കുഞ്ഞും തനിച്ച് ജീവിക്കുന്നത് കണ്ടുകൊണ്ട് ഞാനും നിൻ്റെ ഗ്രാനിയും മരിക്കണോ? മരണത്തെക്കുറിച്ച് വേണമെങ്കിൽ ഗ്രാനി പറഞ്ഞോട്ടെ. അമ്മ റിട്ടയർ ചെയ്തിട്ട് പോലുമില്ലല്ലോ. റിട്ടയർ ചെയ്യും മുമ്പേ മനുഷ്യനോടെടുക്കാൻ മരണത്തിന് പേടിയാണോടി? അമ്മയ്ക്ക് സമാധാനമായി മരിക്കാൻ വേണ്ടി ഞാൻ വേണേൽ ഏത് കുരിശും ചുമക്കാം. മതിയോ? സന്തോഷത്തോടെയല്ല താര ചോദിച്ചതെങ്കിലും റോസിന് അല്പം സമാധാനമായി. വീണ്ടും വരുമെന്ന ഭാവത്തിലാണ് ശന്തനു യാത്ര പറഞ്ഞു പോയതെങ്കിലും താരയുടെയും ഷാരോണിൻ്റെയും ഡിവോഴ്സ് സാക്ഷനായ ശേഷമാണ് അവൻ പിന്നീട് താരയുടെ വീട്ടിൽ വന്നത്. എനിക്ക് താരയെ കാണണം. അല്പം അധികാരത്തിലാണ് ശന്തനു പറഞ്ഞത്. റോസിന് അത് അത്ര ഇഷ്ടമായില്ല. എങ്കിലും മോനിരിക്കെ ഞാൻ അവളെ വിളിക്കാം എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് നടന്നു. അന്ന് താര മടിയൊന്നും ഭാവിച്ചില്ല. മോളെയും കൂടി എളിയിൽ എടുത്തുകൊണ്ടാണ് അവൾ ഇരിപ്പുമുറിയിലെത്തിയത്.
മുന്തിരിയെ കണ്ടതും ശന്തനു പതിവ് പോലെ എടുക്കാനായി കൈനീട്ടി. അന്നും കുട്ടി മുഖം തിരിച്ചു. ശന്തനുവിൻ്റെ മുഖം മാറുന്നത് റോസ് ശ്രദ്ധിച്ചു. കുട്ടികളെ ഇണക്കാൻ നല്ല ക്ഷമ വേണം ശന്തനു, അവൾ മന്ദഹസിച്ചു. സ്വന്തം കുട്ടികളായാലും അന്യക്കുട്ടികളായാലും. ഇവിടെ എനിക്ക് അന്യക്കുട്ടിയല്ലല്ലോ, ആണോ? റോസ് ഒന്ന് പകച്ചു. ഇരുതലയ്ക്ക് മൂർച്ചയുള്ള ഒരു വാളാണ് ശന്തനുവെന്ന് അവൾക്ക് തോന്നി. എങ്കിലും തോറ്റുകൊടുത്തു. എന്താ ശന്തനു ഇങ്ങനെ ചോദിക്കുന്നത്? അല്പം തഞ്ചത്തിൽ ഇടപെടണമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് കുട്ടികളുടെ മനഃശാസ്ത്രം കുറേശ്ശെ എനിക്കറിയാം എന്ന് അധ്യാപകർ മാത്രമേ പറയൂ. പലരും സ്വന്തം മനഃശാസ്ത്രം പോലും പിടിയില്ലാത്തവരാ. അതോടെ റോസ് തീർത്തും നിശബ്ദയായി. ഞാനും മമ്മിയും കൂടെ നാളെ വരാം. ശന്തനു എഴുന്നേറ്റു. പിന്നെ താരയുടെ അടുത്ത് ചെന്ന് ബലമായി മുന്തിരിമോളുടെ മുഖത്ത് ഒരു ഉമ്മ നൽകി. എന്നിട്ട് വേഗം തിരിഞ്ഞു നടന്നു. ആദ്യം മെല്ലെ ഒന്ന് ഏങ്ങാൻ തുടങ്ങിയ മുന്തിരി പിന്നീട് ശക്തിയിൽ കരയാനും ഒച്ചവയ്ക്കാനും ആരംഭിച്ചു. ഇതെന്ത് സ്നേഹമാ? താര ആരോടൊന്നില്ലാതെ ചോദിച്ചു. മോളുടെ കവിള് മൊത്തം ചുവന്നു പോയി. അതിനും റോസ് ശബ്ദിച്ചില്ല. പിറ്റേന്ന് കോളേജിൽ വെച്ച് കണ്ടപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം റേച്ചൽ അവളോട് തിരക്കി. താരമോളുടെയും ശന്തനുവിൻ്റെയും വിവാഹം തീരുമാനിച്ചോ? നാളെ മമ്മിയെയും കൂട്ടി വരാമെന്ന് ശന്തനു പറഞ്ഞിട്ടുണ്ട്. ഞാനും കൂടി വേണ്ടതുകൊണ്ട് മിക്കവാറും ഞാൻ ക്ലാസ് കഴിഞ്ഞ് ചെല്ലുമ്പോഴേ എത്തും. ഏതായാലും റേച്ചൽ എന്നോട് മിണ്ടിയല്ലോ, എനിക്കിനി മരിച്ചാൽ മതി. എനിക്കും നിന്നോട് മിണ്ടാതിരിക്കുന്നതിലും ഭേദം മരണമാണെന്ന് തോന്നി തുടങ്ങി റോസമ്മ. എന്തു ചെയ്യാം? നല്ലതാഗ്രഹിച്ച നിന്റെ മോളെയും എൻ്റെ മോനെയും തമ്മിൽ കെട്ടിച്ചത് അത് നമ്മളെ അകറ്റി. ഏതായാലും ആ ബന്ധം വെട്ടിമുറിച്ചല്ലോ. ഇനി നമ്മൾ പഴയ കൂട്ടുകാരാ. എന്നാലും വരണ മാസം ഞാൻ റിട്ടയർ ആവും റോസ. പിന്നെ നിന്നെ കാണാൻ പറ്റില്ലെന്ന് ഓർക്കുമ്പം. പെട്ടെന്ന് ആ തൊണ്ടയിടറി. സാരിത്തുമ്പുയർത്തി റേച്ചൽ കണ്ണു തുറച്ചു. കൂട്ടുകാരിയെ കെട്ടിപ്പിടിച്ച് റോസും കരഞ്ഞു. പിന്നെ ആശ്വസിപ്പിച്ചു. ഷാരോനെ കൊണ്ട് കെട്ടിക്കണം റേച്ചൽ. തൻ്റെ കാലം കഴിഞ്ഞാൽ അവൻ തനിച്ചാവില്ലേ? അവൻ സമ്മതിക്കില്ല റോസ. അവൻ്റെ മനസ്സങ്ങനെ. അവൻ്റെ പപ്പയുടെ മനസ്സല്ല അവന് കിട്ടിയിരിക്കുന്നത്, എൻ്റേതാ. ഞാനൊന്നും ഒരു കാലത്തും രക്ഷപ്പെടില്ലെന്ന് ദൈവം കുരിച്ചുകൊണ്ട് തലയിൽ കുത്തി വരച്ചേക്കുവാ. ആ പെങ്കൊച്ചിനെ അവനെ കെട്ടിക്കൂടെ? ഏത് പെങ്കൊച്ചിനെ? റേച്ചലിൻ്റെ കണ്ണു വീണു. അവൻ്റെ കൂടെ കണ്ട പെങ്കൊച്ചിനെ. അതിലവനൊരു കുട്ടിയുമില്ലേ? മാതാവേ, അവൾ നെഞ്ചിൽ തല്ലി. എന്നതാ കൊച്ചേ നീ ചോദിക്കുന്നേ? അതാ അവൻ്റെ പെങ്ങളാടി. പെങ്ങളോ? റോസ് സ്തബ്ധയായി. എന്നുവെച്ചാ? റേച്ചൽ ഉമിനീരിറക്കി. എന്നുവെച്ചാൽ അവന് പെങ്ങളെപ്പോലെ ആ പെങ്കൊച്ച് അവൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയാ. ആ കുട്ടി ഷാരോൻ്റെതാണെന്ന് കേട്ടു. പാപം പറയില്ല റോസ, നാവിറങ്ങിപ്പോകും. ഷാരോൺ തന്നെ കോടതിയിൽ പറഞ്ഞല്ലോ. അത് ആ കൊച്ചിനെ കുറിച്ചല്ല. അപ്പം വേറെയും ബന്ധമുണ്ടോ അവന്? ഒരു ബന്ധവുമില്ല റോസ. നിന്റെ മോളോട് മാത്രമേ അവന് ബന്ധമുണ്ടായിട്ടുള്ളൂ. അതുപോലും അവൻ കോടതിയിൽ നിഷേധിച്ചത് താരയ്ക്ക് ശന്തനുവിനൊപ്പം ഒരു നല്ല ജീവിതം ഉണ്ടാവാനാ. ബാക്കി പറഞ്ഞതെല്ലാം നിന്റെ മോൾക്ക് എളുപ്പം ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി എൻ്റെ കുഞ്ഞ് ചങ്ക് പൊട്ടിക്കൊണ്ട് പറഞ്ഞ കളവുകളാ. റോസ് കുഴഞ്ഞുപോയി. റേച്ചലെ തൻ്റെ കാറിൽ കയറ്റി അവരുടെ വാടക വീട്ടിൽ എത്തിച്ച ശേഷം സ്വന്തം വീട്ടിലെത്തുമ്പോൾ ശന്തനുവും മമ്മിയും ഡാഡിയും അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ട്രീസാമ്മ അവരെ വേണ്ട പോലെ സൽക്കരിച്ചിരുന്നു. റോസ് ചെന്ന ശേഷമാണ് കുട്ടിയെയും കൊണ്ട് താരമുറിയിലേക്ക് വന്നത്. വരണ ഞായറാഴ്ച വിളിച്ചു ചോദ്യം ശോഭന റോസിനോട് പറഞ്ഞു. അത് കഴിഞ്ഞുള്ള ഞായറാഴ്ച കെട്ട്. എൻ്റെ മോൻ്റെ മൂത്ത കൊച്ച് വികലപ്പിറവിയായ കൊണ്ട് എത്രയോ പെട്ടെന്ന് അവന് അഴകും ആരോഗ്യവുമുള്ള ഒരു കുഞ്ഞ് വേണം. അതിനി താമസിക്കാൻ പറ്റുകയില്ല. റോസിന് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ? കുഞ്ഞിന് ശിരസോടെ റോസ് സമ്മതിച്ചു. ഇല്ല. താര ഇടയിൽ കയറി എന്തെങ്കിലും നിഷേധം പറയുമോ എന്ന് അവൾക്ക് ഭയമുണ്ടായിരുന്നു. താര പക്ഷേ ശബ്ദിച്ചില്ല. തുടരും.